ഇമേജ് എഡിറ്റർ ആപ്പാണ്. അതായത് GNU ഇമേജ് എഡിറ്റർ ആപ്പ്, ജിംബ്. അതാണ് ഇന്ന് നോക്കുന്നത്. അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻ വൈസ് നമുക്ക് ചെയ്തു പോകാം. അതായത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, പക്ഷെ എളുപ്പമാണ് ഈ ജിംബ് ചെയ്യാനായിട്ട്. നമുക്ക് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ജിംബ് ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ കാണത്തില്ലേ? കാണാമല്ലോ അല്ലേ? സൂം ചെയ്യണം, വേണ്ടല്ലോ. കാണാമോ? ക്വസ്റ്റ്യൻ കാണാമോ? ഓക്കെ. ജിംബ് ഉപയോഗിച്ച് വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ചിത്രത്തിൽ നിന്ന് നിശ്ചിത ഭാഗം ക്രോപ്പ് ചെയ്ത് ചിത്രത്തെ 160x120 എന്ന ക്യാൻവാസ് സൈസിൽ തലക്കെട്ട് ഉൾപ്പെടുത്തി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. അതിന്റെ താഴത്തെ ക്വസ്റ്റ്യൻ അതേപോലെ തന്നെയാണ്. ജിംബ് ഉപയോഗിച്ച് തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് നിശ്ചിത കുട്ടിയുടെ ചിത്രം ക്രോപ്പ് ചെയ്ത് 150x200 എന്ന ക്യാൻവാസ് സൈസിൽ പേര്, ജനനത്തീയതി എന്നിവ ഫോട്ടോയുടെ ചുവടെ ഉൾപ്പെടുത്തി നിങ്ങളുടെ ഫോൾഡറിൽ സേവ് ചെയ്യുക. ഈ രണ്ട് ചോദ്യം ഒരുപോലെയാണ് ഇരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ക്രോപ്പ് ചെയ്ത് നമ്മുടെ ഇതിൽ സേവ് ആക്കാനും പിന്നെ ഈ ക്യാൻവാസ് നിർമ്മിക്കാൻ ഇത്രയും ഉള്ള 160x120 150x200 ക്യാൻവാസ് നിർമ്മിക്കാനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് GNU ഇമേജ് എഡിറ്റർ നമ്മൾ തുറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇതൊന്ന് മിനിമൈസ് ചെയ്യാം. നമുക്കിപ്പോൾ ആ കുട്ടിയുടെ ചിത്രമില്ല, നമുക്ക് വേറൊരു ചിത്രം എടുത്താണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ആ കുട്ടിയുടെ ഒന്നും ചിത്രം എൻ്റെ ഇല്ല, അതുകൊണ്ട് നമുക്ക് വേറൊരു ചിത്രം എടുത്ത് നോക്കാം. കട്ട് ചെയ്യാൻ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ തുറക്കേണ്ടത് ആപ്ലിക്കേഷൻ, അവിടുന്ന് ഗ്രാഫിക്സ്, അവിടുന്ന് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. കണ്ടോ? ആപ്ലിക്കേഷൻ, ഗ്രാഫിക്സ്, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. നമ്മൾ തുറന്നു, അതിപ്പോൾ ഓപ്പണായി വരും. ഓക്കെ, അത് ഓപ്പണായി. ഇതാണ് കാണുന്ന ടൂൾ ബോക്സ് ആണ് ഈ കാണുന്നത്. ഈ കാണുന്നതാണ് ടൂൾ ബോക്സ്. ഇത് ഇത്രയും ടൂൾ വെച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഈ ടൂൾ ബോക്സ് ഒന്ന് അറേഞ്ച് ചെയ്ത്, ഈ ടൂൾ ബോക്സ് ഇൻ കേസ് നിങ്ങളുടെ ഇതിൻ്റെ അകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ, ഞാൻ ആദ്യം ചെയ്തപ്പോൾ പിന്നെ അത് കിടപ്പില്ലായിരുന്നു, ഞാൻ ഇങ്ങനെ എടുത്തിട്ടതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു ടൂൾ ബോക്സ്, ഈ ഇടത്തേറ്റ് ഒരു ടൂൾ ബോക്സ് എടുക്കുന്നുണ്ട്. ഇതില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ കളഞ്ഞാൽ ഇത് എടുക്കേണ്ട രീതി, ഇവിടെ ടൂൾസിൽ പോവുക. ടൂൾ ബോക്സ് ഇല്ല എന്നുണ്ടെങ്കിലാണ് ഇവിടെ ടൂൾസിൽ പോയിട്ട് ഇവിടെ കാണും ന്യൂ ടൂൾ ബോക്സ് എന്നൊരു ഓപ്ഷൻ വരും. കണ്ടോ? ആ ന്യൂ ടൂൾ ബോക്സ് ഞെക്കിയാൽ നിങ്ങൾക്ക് ആ ടൂൾ ബോക്സ് കിട്ടും. കണ്ടോ? ആ ടൂൾ ബോക്സ് ഇവിടെ വന്നുണ്ടോ? നിങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിൽ ടൂൾ ബോക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് വരുത്താം. ടൂൾ ബോക്സിൽ പോയിട്ട് ന്യൂ ടൂൾ ബോക്സ് ഞെക്കിയാൽ നിങ്ങളുടെ ടൂൾ ബോക്സ് അവിടെ വരും, ഈ സൈഡിലായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ഫോട്ടോ എടുത്ത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫയൽ എടുക്കുക. ഫയൽ കണ്ടോ? ഫയലിൽ നിന്ന് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഏതെങ്കിലും ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യണം. അവിടെ കുട്ടിയുടെ പടം ചോദിച്ചാൽ നമ്മൾ കുട്ടിയുടെ പടം ഇല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പടം ഇവിടെ തപ്പാം. നമ്മൾ വേറെ പടം തപ്പാം. ഇവിടെ ഒരു 3 പെൻഗ്വിൻ്റെ പടം എൻ്റെ കയ്യിലുണ്ട്. 3 പെൻഗ്വിൻ്റെ പടം. ആ പെൻഗ്വിൻ്റെ പടം ഞാൻ ഓപ്പൺ ആക്കി എടുക്കുകയാണ്. പെൻഗ്വിൻ്റെ പടം ഞാൻ ഓപ്പൺ ആക്കി ഇങ്ങോട്ട് എടുത്തിട്ടു. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിട്ടത്. അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസ് സൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 5616x3744. കണ്ടോ? ഈ മേളിൽ കിടക്കുന്നുണ്ടോ? ഈ കാണുന്ന ഈ 5216x3744 ബാർ ജിംബ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ? അപ്പോൾ ഇതിൻ്റെ ക്യാൻവാസ് സൈസ് ഇത്രയാണ്. ഇവിടെ വെച്ച് ക്യാൻവാസ് സൈസ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നതിൻ്റെ ക്യാൻവാസ് സൈസ് നമുക്ക് ലാസ്റ്റ് ക്യാൻവാസ് സൈസ് ആണ് വേണ്ടത്. അതിപ്പോൾ ഒന്നും ചെയ്യേണ്ട, അത് ചെയ്യേണ്ട പറഞ്ഞുതരാം. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ ഈ നടുക്ക് നിൽക്കുന്ന ഈ പെൻഗ്വിനെ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് അതിന് പെൻഗ്വിൻ എന്ന് പറഞ്ഞ് പേര് കൊടുക്കാനാണ്. നമ്മുടെ ചോദ്യത്തിൽ അങ്ങനെയല്ലായിരുന്നു, അങ്ങനെ ഒരു മോഡലാണ് ചോദിച്ചതുണ്ടോ. നിങ്ങളുടെ വെള്ളപ്പൊക്കം ബന്ധപ്പെട്ടത് നിശ്ചിത ഭാഗം ക്രോപ്പ് ചെയ്ത് ചിത്രത്തിന് എന്ന ക്യാൻവാസ് സൈസിൽ തലക്കെട്ട് ഉൾപ്പെടുത്തണം. ഈ ക്യാൻവാസ് സൈസ് ഉണ്ടാക്കി. അപ്പം ഞാനവിടെ ചെയ്യുന്നത് ഈ 3 പെൻഗ്വിൽ നിന്ന്, ഭയങ്കര കുക്കറടിയാണല്ലോ, ഒരു മിനിറ്റ്. അടിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഓഫ് ചെയ്തു. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഈ 3 പെൻഗ്വിൽ നിന്ന് അടുക്കി നിൽക്കുന്ന ഈ പെൻഗ്വിനെ നമ്മൾ വെട്ടിയെടുത്ത് മാറ്റി നമ്മൾ ഇവർ പറഞ്ഞ ക്യാൻവാസ് സൈസിൽ നമ്മൾ എടുത്തിട്ട് അതിന് മുകളിൽ ഒരു തലക്കെട്ടും കൊടുക്കും. ഈ 2 ക്വസ്റ്റിനും ഏകദേശം സെയിം ആണോ? ക്യാൻവാസ് സൈസിൽ തലക്കെട്ട് ഉൾപ്പെടുത്തി പേര്, ജനനത്തീയതി ഉൾപ്പെടുത്താനും ക്യാൻവാസ് സൈസ് ഉപയോഗിച്ച് കട്ട് ചെയ്യാനും പറഞ്ഞിരിക്കും. അപ്പോൾ നമ്മളത് ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഓപ്പൺ ആക്കി എടുത്തത് മനസ്സിലായല്ലോ. അപ്പോൾ ഇതിനെ നമ്മൾ ഓപ്പൺ ആക്കാനായിട്ട് ഫയൽ എടുത്തു. ഫയലിൽ നിന്ന് ഓപ്പൺ ചെയ്തു. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫോൾഡറാണ് അവിടെ പോയി ഓപ്പൺ ചെയ്യണം. അപ്പോൾ അവിടെ നിന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ടാബ് വരും. ഇവിടെ നമുക്ക് ഏത് ഫോട്ടോ ചോദിച്ചാൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തു. അങ്ങനെ നമ്മൾ ഓപ്പൺ ആക്കി ഇതെടുത്തത്. അപ്പോൾ അതുവരെ കിട്ടി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഇതിപ്പം നമ്മുടെ ഒറിജിനൽ ഇമേജ് കിടക്കുന്നത് കണ്ടോ? ഒറിജിനൽ ഇമേജ് ഞാൻ അതേപടി എടുത്തിട്ട് വെക്കുക. പക്ഷേ ഒരിക്കലും ഒറിജിനൽ ഇമേജ് നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം നിങ്ങൾ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇനി ഇൻ കേസ് നിങ്ങൾ അറിയാതെ സേവ് ആക്കി പോയാൽ ആ ഇമേജ് ആയിരിക്കും പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത്. നിങ്ങൾ കട്ടോ ക്രോപ്പോ എല്ലാം ചെയ്ത് പോയാൽ പിന്നെ ആ ക്രോപ്പായ ഇമേജ് ആയിരിക്കും നിങ്ങൾക്ക് പിന്നെ കിട്ടുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ എപ്പോഴും ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ നോക്കണം.
ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇമേജിൽ പോവുക. ഇവിടെ ഇമേജ് എന്ന ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ഇമേജിൽ പോവുക. ഇമേജിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ, ആദ്യത്തെ തന്നെ ഓപ്ഷൻ ഉണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. ആ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അപ്പോൾ ഇതേ ഇമേജിൻ്റെ വേറൊരു ഇമേജ് വന്നുണ്ടോ, 2 ഇമേജ് ആയി കിടപ്പുണ്ട്. പുറകിലത്തെ ഇമേജാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്, ഈ വന്നതാണ് നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ്. അപ്പോൾ ഈ പുറകിലത്തെ ഇമേജ് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. ഇനി നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഒക്കെ ഇപ്പോൾ എന്നാൽ മതിയല്ലോ കണ്ടോ. ഇനി നമ്മൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിങ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുത്ത് മനസ്സിലായില്ലേ, ഇമേജിൽ പോവുക, ഇമേജിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഓട്ടോമാറ്റിക്കലി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ക്യാൻവാസിൽ ഇതേ ഒരു ഫോട്ടോ തന്നെ കിട്ടും. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അതേപടി കിട്ടും. നമ്മൾ ഈ ഫോട്ടോഷോപ്പ് എടുക്കുന്ന പോലെ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അതേപടി കിട്ടും. ആ ഡ്യൂപ്ലിക്കേറ്റിനെ നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇമേജിനെ നമ്മളങ്ങ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ മെയിൻ ഇമേജ് പലയിടത്ത് തന്നെ പോയി കിടന്നോളൂ. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുത്തത്. ഇനി നമ്മൾ ഇതിനകത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ നടുക്ക് നിൽക്കുന്ന ഞാൻ പറഞ്ഞു ഈ പെൻകിനെ മാത്രം ഞാൻ കട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ പോകുന്നത്. അതിന് നമ്മൾ എടുക്കുന്ന ടൂൾ ഇവിടെ ക്രോപ്പ് ടൂൾ ഉണ്ട്. ഈ പേനയുടെ നിബ് പോലെ ഇരിക്കുന്നുണ്ട്, ഇത് കണ്ടോ, ഈ പേനയുടെ തുമ്പ് പോലെ, ഈ മഷിപ്പേനയുടെ ഒക്കെ തുമ്പ് പോലെ ഇരിക്കുന്ന ടൂളാണ് ക്രോപ്പ് ടൂൾ. കണ്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ കർസർ അങ്ങോട്ട് കൊണ്ടുപോകാൻ മനസ്സിലാവും, മൗസ് പെൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ അവിടെ എഴുതി വരും ക്രോപ്പ് ടൂൾ റിമൂവ് എഡ്ജ് ഏരിയാസ് ഫ്രം ദി ഇമേജ് ഓർ ലെയർ ഓർ Shift+C അങ്ങനെ ഒരു സാധനം വരും കണ്ടോ. നിങ്ങൾ ആ പേനയുടെ തുമ്പത്ത് പിടിച്ച് നിൽക്കുക. അപ്പോൾ ആ ക്രോപ്പ് ടൂൾ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഏത് ഇമേജിലാണ് വരേണ്ടത് ആ ഇമേജ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിനെ അങ്ങ് ഡ്രാഗ് ചെയ്തെടുക്കുക. എന്തും വേണ്ട സ്ഥലം വേണമെന്ന് പറയും, നിങ്ങൾ പോർഷൻ എത്ര വേണമെന്ന് വെച്ചാൽ അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണ്ടോ. ഇപ്പോൾ അവിടെ മാത്രം സെലക്ട് ആയതുണ്ടോ, ഞാൻ ആ വെച്ചിടം മാത്രം. ഇനി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒരു എൻ്റർ അടിച്ചാൽ മതി. നമ്മുടെ ആ കട്ട് ചെയ്ത ഭാഗം മാത്രം നമ്മുടെ കിട്ടും. ഞാൻ എൻ്റർ അടിക്കാൻ പോവാണ്. ചെയ്ത് ഇതാണ്. ഇവിടുന്ന് ഞാനിത് എനിക്ക് ഈ പെൻഗ്വിനെ മാത്രം കട്ട് ചെയ്താൽ മതിയായിരുന്നു. അതിന് ഞാൻ ഈ പേനയുടെ ഇതിൽ പോയി, അതാണ് നമ്മുടെ ക്രോപ്പ് ടൂള്. ആ പേനയുടെ ചിഹ്നത്തിൽ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചത് ഡ്രാഗ് ചെയ്തെടുത്തിട്ട് എനിക്ക് വേണ്ട ഭാഗങ്ങൾ മാത്രം ഞാൻ ഡ്രാഗ് ചെയ്തെടുത്തു. ഞാൻ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഞാൻ മൗസിൽ നിന്ന് കൈവിട്ടപ്പോൾ അത്രയും ഭാഗം സെലക്റ്റഡ് ആയി. ഞാൻ സെലക്ട് ആയ ഭാഗം മാത്രം തെളിഞ്ഞും ബാക്കിയുള്ള ഭാഗം കറുത്തും നിൽക്കുന്നതിൻ്റെ കാര്യം അതാണ്. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ സെലക്ട് ചെയ്ത ഇമേജ് മാത്രം എനിക്ക് മതിയല്ലോ. അതിന് ഞാൻ ജസ്റ്റ് നമ്മുടെ കീപാഡിൽ എൻ്റർ കീ അമർത്തി കണ്ടോ, എൻ്റർ കീ അമർത്തിയപ്പോൾ ബാക്കി ഭാഗം പോയി, നമ്മൾ സെലക്ട് ചെയ്ത ഭാഗം മാത്രം അവിടെ നിൽപ്പുണ്ട്. ഇനിയാണ് അവർ പറഞ്ഞ ക്യാൻവാസ് സൈസിലൂടെ നമ്മൾ മാറ്റേണ്ടത്. അവിടെ പറഞ്ഞ ക്യാൻവാസ് സൈസ് നമുക്ക് നോക്കാം. അവർ പറഞ്ഞ ക്യാൻവാസ് സൈസ് 160x120 അല്ലെ 150x200, അതിലേതെങ്കിലും എടുക്കാം. നമുക്ക് 150x200 തന്നെ എടുത്തേക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണ് ക്യാൻവാസ് സൈസിൻ്റെ ക്യാൻവാസ് സൈസ് മാറ്റാനായിട്ട് ഇമേജിൽ പോവുക. ഇമേജിൽ നിന്ന് സ്കെയിൽ ഇമേജ് കണ്ടോ, സ്കെയിൽ ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇമേജിൽ നിന്ന് സ്കെയിൽ ഇമേജ്, ആ സ്കെയിൽ ഇമേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വന്നുണ്ടോ, പുതിയൊരു വിൻഡോ ആണ് വന്നത്. അത് നിങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെയിൻ ഉണ്ട് കണ്ടോ, ഈ ചെയിൻ നിങ്ങൾ അഴിച്ചിടുക. കാരണം ഇത് പ്രപ്പോർഷനായിട്ട് തന്നെ ഇടാൻ. ഇപ്പോൾ നമ്മളിവിടെ മാറ്റിയ താഴത്തെ വാല്യൂ ഓട്ടോമാറ്റിക്കലി മാറും. ഇവിടുത്തെ മാറ്റിയാൽ ആ ചെയിൻ ഓൺ ആണെങ്കിൽ താഴത്തെ വാല്യൂ ഓട്ടോമാറ്റിക്കലി മാറും. അപ്പോൾ അത് മാറാതിരിക്കാണ്ട് ഈ ചെയിൻ നമ്മൾ അഴിച്ചിടണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന ചെയിൻ കിട്ടത്തില്ല, നിങ്ങളിടുന്ന വാല്യൂ കിട്ടത്തില്ല. അപ്പോൾ ആ ചെയിൻ നമ്മൾ ലോക്ക് അഴിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 150x200. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ് 150 താഴെ 200 ടൈപ്പ് ചെയ്തു. അവിടെ നിന്ന് നേരെ സ്കെയിലെന്ന് പറഞ്ഞാൽ താഴത്തെ പിടിച്ച് നോക്കിയാൽ സ്കെയിൽ ആയിക്കോളും. സ്കെയിലായി. അപ്പോൾ ഇമേജ് വളരെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ടോ. ഇനി അതിനെ സൂം ചെയ്യണമെങ്കിൽ ഇവിടെ ഇങ്ങനെ അറ്റത്തൊരു ഓപ്ഷൻ കാണാം, തിരിച്ച് നീക്കി വെച്ചാൽ കാണാം. ഇവിടെ കണ്ടോ ഒരു 12.5% ഇപ്പോൾ കാണുന്നുള്ളൂ. അത് ഇച്ചിരി സൂം ആക്കി ഇട്ടാൽ മതി, അപ്പോൾ നമുക്ക് ആ വ്യൂ കിട്ടും. ഇപ്പോൾ ഞാനൊരു 100 ഇട്ടപ്പം ഇച്ചിരി വലുതായിട്ട് കാണാൻ പറ്റി. അതാണ് നമ്മുടെ ക്യാൻവാസ് നോക്കിയാൽ മേളിൽ കാണാൻ പറ്റും. കണ്ടോ 150x200 അവർ പറഞ്ഞ ക്യാൻവാസ് സൈസിലാണ് ഇതിപ്പോൾ കിടക്കുന്നത്. ഇനി ഇച്ചിരി വലുതാക്കണമെങ്കിൽ ഇത് 200 നോക്കിയാൽ മതി. കണ്ടോ ഇത് വലുതാകുന്നുണ്ടോ. ഈ ക്യാൻവാസ് സൈസ് മാറുന്നുണ്ടോ, ഇല്ല കണ്ടോ, ഇത്ര വലുതാക്കി ക്യാൻവാസ് സൈസ് മാറത്തില്ല. അതാണ് നമ്മൾ ചെയ്തതാണ് നമ്മൾ കട്ട് ചെയ്തു മാറ്റി എൻ്റർ അടിച്ചു. നമ്മൾ ആ ഇമേജ് മാത്രമായിട്ട് എടുത്തു. നമ്മൾ അവിടെ നിന്ന് നേരെ അതിനെ സ്കെയിൽ ചെയ്യാനായിട്ട്, അതായത് നമ്മുടെ ക്യാൻവാസ് സൈസ് ഇത്ര ആക്കണം കഴിഞ്ഞാൽ അതിന് നമ്മൾ ഇമേജിൽ പോയി, അവിടുന്ന് സ്കെയിൽ ഇമേജ് പോയി, സ്കെയിൽ ഇമേജിൽ നിന്ന് നമ്മൾ 150x200 അടിച്ചു. അതിന് മുമ്പ് നമ്മൾ ആ ചങ്ങലയുടെ ലോക്ക് അഴിച്ചു വിട്ടു. ലോക്ക് അഴിച്ചെങ്കിൽ അതിന് പ്രപ്പോർഷനായിട്ട് അവർ ഓട്ടോമാറ്റിക്കലി ഇടും. അപ്പോൾ അത് പറ്റത്തില്ല, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തന്നെ ഇടണം. അതിനാണ് നമ്മൾ ആ ലോക്ക് അഴിച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, ഹൈറ്റും വിട്ടും. അതുകൊണ്ടാണ് നമ്മൾ 150x200 അവിടെ അടിച്ചത്. അവിടെ നമ്മൾ അടിച്ച് സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ അടിച്ചപ്പം ഇങ്ങനൊരു ഓപ്ഷൻ കിട്ടിയ ചിത്രം ചെറുതായിരുന്നു. അതിന് നമ്മൾ സൂം ചെയ്യാനായിട്ട് തിങ്ങി അറ്റത്ത്, ഇതിൻ്റെ ഇടത്തെ അറ്റത്ത് വന്നു. ഈ ഇടത്തെ അറ്റത്ത് ഇതാണ് ഓപ്ഷൻ കണ്ടോ, ഇത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ, 12 ജാതി കിടന്നത്. ഞാനിവിടെ നിന്ന് ഇപ്പോൾ 200 ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലുതായി. ഇനി അവർ പറഞ്ഞിരിക്കുന്ന അതിൻ്റെ കുട്ടിയുടെ പേരും ജനതി ഇതൊക്കെ ടൈപ്പ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കിവിടെ പെൻഗ്വിൻ തന്നെ ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്യാനായിട്ട് നിങ്ങളുടെ എ എന്ന് പറഞ്ഞിട്ടും കാണും കണ്ടോ, ടൂൾ ബോക്സിനകത്ത് എ എന്ന് പറഞ്ഞൊരു അക്ഷരം കാണാം. അതാണ് നമ്മുടെ ടെക്സ്റ്റ് ടൂൾ ഉണ്ടോ. അവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് ടെക്സ്റ്റ് ടൂളിൽ പോവുക. ടെക്സ്റ്റ് ടൂൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. അവിടെ നേരെ എവിടെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക കണ്ടോ. അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്ത് മാറ്റി. ഇനി അതിൻ്റെ അകത്തോട്ട് മൗസ് കണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി. PENGUIN പെൻഗ്വിൻ ടൈപ്പ് ചെയ്യുമ്പോൾ പെൻഗ്വിൻ്റെ സ്പെല്ലിംഗ് വന്നു.
ഇനി ഇതിനെ നിറം മാറ്റണമെങ്കിൽ അതിനെ സെലക്ട് ചെയ്യാതെ ഇവിടെ ഒരു ബ്ലാക്ക് ബട്ടൺ കാണാം, ചേഞ്ച് കളർ ഓഫ് ദി സെലക്ടഡ് ടെക്സ്റ്റ് എന്ന് കാണും. അതിന് നമ്മൾ റെഡോ എല്ലാം കൊടുത്താൽ ഓക്കെ കൊടുത്തു. അപ്പം അതിൻ്റെ കളർ മാറി റെഡായി. ഇനി അതിനെ നമ്മൾ അങ്ങേ അറ്റത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്പേസ് കീ അടിച്ചാൽ നടുക്കോട്ട് വരും. പെൻഗ്വിൻ ഇതുപോലെ തന്നെയാണ് അവർ ജനനത്തീയതിയും ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ, ജനനത്തീയതിയും പേരും ടൈപ്പ് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ ഇതിലൊരു പേരോ ജനനത്തീയതി ഇവിടെ തന്നെ ടൈപ്പ് ചെയ്ത് വെക്കാം നമുക്ക് ഇതുപോലെ. അതിന് ഉപയോഗിക്കേണ്ട ടൂള് ടെസ്റ്റ് ടൂളാണ്. ടെസ്റ്റ് ടൂൾ എടുത്ത് നമ്മളിവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമുക്ക് അടിക്കേണ്ട കണ്ടന്റ് നമ്മൾ അതിനകത്ത് അടിച്ചു വെച്ചു. ഇത്രേ ഉള്ളൂ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് സേവ് ചെയ്താൽ മതി. അവർ പറഞ്ഞെല്ലാം ആയില്ലേ, നോക്കി എന്നാൽ ക്യാൻവാസ് സൈസ് തലക്കെട്ട് ഉൾപ്പെടുത്തി സേവ് ചെയ്യുക. ഇത് അതേപടിയാണ് കേട്ടോ. പേര് ജനനത്തീയതിയും എന്നിവ ഫോട്ടോയുടെ ചുവടെ ഉൾപ്പെടുത്തുക. അത് ചുവടെ ഉൾപ്പെടുത്താനാണ് പറഞ്ഞത്. ചുവടെ ഉൾപ്പെടുത്താൻ എടുക്കണം. ഇവിടെ നീ ടെക്സ്റ്റ് ബാർ എടുത്തിട്ട് താഴെ വശത്ത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് കണ്ടന്റ് അടിച്ചാൽ മതി. കണ്ട് ഇവിടെ കൊണ്ടടിച്ചാലും വരും. പെൻഗ്വിൻ താഴെ അടിക്കാൻ പറഞ്ഞാൽ താഴോട്ട് അടിക്കണം. ഇപ്പോൾ താഴെ പെൻഗ്വിൻ ആയില്ലേ. ഇനി ആ പെൻഗ്വിനെ നിറം മാറ്റണമെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും നീലയോ പച്ചയോ ഇട്ടാൽ മതി. അതോ കൊണ്ടോ പെൻഗ്വിൻ നീല നിർത്തി കാണാം. അപ്പോൾ പുറത്തെ ബാക്ക്ഗ്രൗണ്ട് നീല കണ്ടുകൊണ്ട് എടുത്ത് നിൽക്കത്തില്ല. നമ്മൾ വേറെ വല്ല നിറം ഇടാം. പച്ചയിലിട്ട് നോക്കാം. കണ്ടോ നീനെ ഇങ്ങോട്ട് വെച്ചിട്ട് ഇതാണ് താഴെ ടൈപ്പ് ചെയ്യണമെങ്കിൽ താഴെ വശം സെലക്ട് ചെയ്താൽ മതി. രണ്ട് വശം സെലക്ട് ആയില്ല, കണ്ടോ രണ്ട് വശവും സെലക്ട് ആക്കി എടുക്കാം. ഇനി നമുക്ക് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുക. സേവ് ചെയ്യാനായിട്ട് വല്ല സ്പെസിഫിക്കായിട്ട് വല്ല കാര്യം പറഞ്ഞിട്ടുണ്ടോ നോക്കാം. ഉണ്ടോ പേര് ഞാൻ ഫോൾഡർ സേവ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ ഫോർമാറ്റ് സേവ് ചെയ്ത് നോക്കാം. പിന്നെ ഫോർമാറ്റ് ഒന്നും അവർ എടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് തന്നെ സേവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫയലിൽ പോവുക. ഫയലിൻ്റെ അകത്തുനിന്ന് എക്സ്പോർട്ട് വേണം അടിക്കുക. എക്സ്പോർട്ട് അസ് അടിക്കുക. എക്സ്പോർട്ട് അസിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ടാണോ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഡീലർ പ്രോഡക്ട്സ് കൊണ്ടിടാൻ പറയുകയാണെങ്കിൽ നമ്മുടെ യൂസറിൽ പോയിട്ട് അവിടുന്ന് ഡീലർ പ്രോഡക്ട്സ് എടുക്കണം. ഇവിടെ ഡീലർ പ്രോഡക്ട്സ് ഉണ്ട്, അവിടെ എടുത്തു. ഡീലർ പ്രോഡക്ട്സിൽ നിന്ന് ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കേണ്ടത്. ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു. വാട്ടവർ ഒരു അണ്ടർ ബാർ ഇട്ടിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു. നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കണ്ടോ. അപ്പോൾ ഇത് PNG ഫോർമാറ്റിലാണ് ഇടുന്നത്. PNG ഫോർമാറ്റിലാണ് ഇപ്പോൾ സേവ് ആകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. എക്സ്പോർട്ട് കൊടുക്കുക. താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് എക്സ്പോർട്ട്, ജസ്റ്റ് നീക്കിയാൽ മതി. അത് എക്സ്പോർട്ടായി. ഇപ്പോൾ നമ്മളോട് ഒരു പുതിയൊരു വിൻഡോ ഒരു എക്സ്പോർട്ട് ആക്കിക്കോട്ടെ, ഇതെല്ലാം ചേഞ്ച് എല്ലാം വരുത്താനുണ്ടോ എന്ന് ചോദിക്കും. ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ ഒന്ന് എക്സ്പോർട്ട് കൊടുത്താൽ മാത്രം മതി. എക്സ്പോർട്ടായി. ഇനി അതവിടെ വന്നോ നമുക്ക് നോക്കാം. ഇത് മിനിമൈസ് ചെയ്യാം. നമ്മൾ ചെയ്തത് ഇവിടെ ഡീലർ പ്രോഡക്ട്സിനകത്തായിരുന്നു. ഹോമിൽ പോവുക. ഡീലർ ഡോക്യുമെൻറ്റ്സ് അല്ല, ഡീലർ പ്രോഡക്ട്സിലോട്ട് പോവുക. നമ്മളിപ്പോൾ സേവ് ചെയ്ത് അവിടെ ഉണ്ടോ, ഇവിടെ ഫയലേ ഫയല് അഡ്രസ് ഡീലർ പ്രോഡക്ട്സിനകത്തോട്ട് അതെ ഇവിടെ വന്നു. കണ്ടോ ഇതാണ് നമ്മൾ ചെയ്തത്. ഇപ്പോൾ ചെയ്ത ഇതാ പെൻഗ്വിൻ്റെ ആ പടം ഇതാണ്. ഇത് കണ്ടോ ഇപ്പോൾ വന്നത് കണ്ടോ. ഡീലർ പ്രോഡക്ട്സിൻ്റെ ഇതാണ് ഇത് കണ്ടത്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഇതാണ് കണ്ടോ, നമ്മൾ ചെയ്തതാണിത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് എടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു സംശയമുണ്ടോ? ഒന്നുമില്ല. തന്നിരിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ ഒരു നിശ്ചിത ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ആ കട്ട് ചെയ്ത് മാറ്റി ഒരു തലക്കെട്ടോ പേരോ എന്തെങ്കിലും കൊടുക്കുക. അവിടെ ജനനത്തീയതിയൊക്കെ ആയിരുന്നു പറഞ്ഞത്, ബർത്ത് ഡേറ്റ്. അത് താഴെ കൊടുക്കാനും പറഞ്ഞു. ഇപ്പോൾ മേളിലും താഴെയും കൊടുക്കാൻ ടെസ്റ്റ് ഉപയോഗിച്ച് എവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് അവിടെ കൊണ്ട് അടിച്ചു വെച്ചാൽ മതി. ജസ്റ്റ് അത് എക്സ്പോർട്ട് ചെയ്ത് സേവ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇത് ഒന്നുകൂടി പറയണോ? മനസ്സിലായോ? ഇത് കിട്ടിയോ? ഒന്നുകൂടി പറയണോ? ഒന്ന് ജസ്റ്റ് ഇത് എളുപ്പമായി ചെയ്യാനായിട്ട്. ജിമ്പിൽ ചെയ്യാനുള്ളതിൽ എളുപ്പമായിട്ട് ഉള്ളൂ, നോക്കിയിട്ടേ. ഇതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. ഒന്നുകൂടി പറയണോ? പറയണമെങ്കിൽ എവിടെയെങ്കിലും സംശയമുണ്ട് ഇത് ചെയ്തതിൻ്റെ അകത്ത്? ഇതാണിപ്പോൾ നമ്മൾ ചെയ്തത്. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ ചോദിച്ചു. അല്ല നമുക്കിപ്പോൾ അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. കട്ട് ചെയ്യുന്നത് കാണിക്കാമോ? ഓക്കെ, കട്ട് ചെയ്യുന്നത് കാണിക്കാമല്ലോ. കട്ട് ചെയ്യുന്നത് കാണിക്കാൻ പാടിയിരിക്കുന്നത് എക്സ്ട്രാ ചേഞ്ചസ്. കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മളൊരു ഇമേജ് ആദ്യം എടുത്തിടുക. ഇമേജിനെ നമ്മൾ എടുത്തിടുക. ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്യുന്ന ഇതാണ് നമ്മുടെ ഇമേജ്. ഇത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് റിയൽ ഇമേജ് ആണ്. റിയൽ ഇമേജിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. അതിനാണ് നമ്മൾ ഇമേജ് എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് മേളിൽ വരുന്നു. പുറകെ വന്നാണ് നമ്മുടെ ഒറിജിനൽ ഇമേജ്. ആ ഒറിജിനൽ ഇമേജ് അങ്ങ് ക്ലോസ് ചെയ്ത് വിടുക. ഇനി നമ്മൾ ആ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിനെ ഇങ്ങ് എടുത്തു. ആ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് എടുത്താണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പെൻഗ്വിനെ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യാനായിട്ട് ഈ പേനയുടെ ടൂൾ കണ്ടോ, ഈ ക്രോപ്പ് ടൂൾ കണ്ടോ. ക്രോപ്പ് ടൂൾ പേന എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. പേന കണ്ടോ, ഒരു പേനയുടെ നമ്മുടെ മഷിപ്പേനയുടെ തുമ്പ് പോലെ അതിൻ്റെ ഇരിക്കുന്നത്.
ആ പേന ടൂൾ നമ്മൾ സെലക്ട് ചെയ്തു. നമ്മൾ ക്രോപ്പ് ചെയ്യേണ്ട ഭാഗം എവിടെയാണ് അവിടെ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുക. കണ്ടോ, സെലക്ട് ചെയ്ത് നമ്മൾ മൗസ് പോയിന്റ് എവിടെ വരെ വിടുന്നോ അവിടെ വെച്ച് നമ്മൾ വിടുക. അപ്പോൾ നമ്മൾ സെലക്ട് ആയ ഭാഗം മാത്രം എടുത്ത് നിന്നിട്ട് ഹൈലൈറ്റ് ആയി നിൽക്കും, ബാക്കി ഭാഗം എല്ലാം ഇച്ചിരി കറുത്ത് നിൽക്കും. അങ്ങനെയാണ് സെലക്ട് ആകുന്നത്. നമ്മളിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഒന്ന് കീബോർഡിൽ ഒന്ന് എൻ്റർ അടിച്ചാൽ മാത്രം മതി. ആ ഭാഗം കട്ടായി പോയി, കണ്ടോ, ബാക്കി ഭാഗം പോയി. അതാണ് ഇതിനകത്ത് സംഭവിക്കുന്നത്. കട്ട് ചെയ്യുന്ന മനസ്സിലായോ? ജോയ്, ഒരു ഡൗട്ട്. ആ, ചോദിക്കും. അതെ, ഞങ്ങള് കട്ട് ചെയ്യാൻ നമ്മൾ പഠിപ്പിച്ചിട്ട് ക്രോപ്പ് ആ കയറിന്റെ ഒരു ടൂളില്ലേ, അത് വെച്ചിട്ടാണ് കട്ട് ചെയ്തിരുന്നത്. നമ്മുടെ അങ്ങനെ ഇനിയിപ്പോ പെൻകിന് മാത്രമായിട്ട് എടുക്കാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ലല്ലോ. പെൻകിനെ മാത്രമായിട്ട് എടുക്കാമല്ലോ. നമ്മൾ അങ്ങനെ വരുമ്പോഴേ ഒരു കയറിന്റെ ടൂളില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തോണ്ടിരുന്നത്. അത് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് അതേപോലെ നമുക്ക് ഇങ്ങനെ എടുക്കുന്ന, അത് വേണേ പഠിപ്പിക്കാം, വേണേ എടുക്കാം. അല്ല ജോയ, ഞാനും അതാണ് ചോദിച്ചത്. കാരണം ഗ്രൂപ്പ് ഫോട്ടോയ്ക്കകത്തുനിന്ന് ഒരു കുട്ടിയെ കട്ട് ചെയ്തെടുക്കാനല്ലേ പറഞ്ഞു. അപ്പൊ നമുക്ക് കോപ്പി ചെയ്താൽ പറ്റിയല്ലോ. ഓക്കെ അത് എടുക്കാം. ഓക്കെ അത് ഇത് കണ്ടോണം. വെയിറ്റ് പിന്നെ സ്കെയിലും ആ ടൂൾ ഇതിൽ തന്നെ ടൂൾ എടുക്കാം. പിന്നെ വേറെ പോകേണ്ട ആവശ്യമില്ലല്ലോ. സ്കെയിൽ ചെയ്യുന്നതും ഇതിനകത്ത് തന്നെ ടൂൾ ഉണ്ട്, സ്കെയിൽ ടൂള്. ഇത് ക്രോപ്പ് ചെയ്തൊരു സ്കെയിൽ ടൂൾ ഇതിൽ തന്നെ എടുത്ത് ആക്കിയിട്ട് ചെയ്യാണ് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നുന്നു. നോക്കിക്കോ, സ്കെയിൽ ടൂൾ നമ്മൾ ഒരു ഇമേജിനെ എടുത്തു കഴിഞ്ഞിട്ട് അതിന് നമ്മൾ ഷേപ്പ് മാറ്റുന്ന ആവശ്യമല്ല, ക്യാൻവാസ് മാറുന്നില്ല. അല്ല, ഇത് കൊടുത്തിട്ടേ സൈസ് ശരിയാക്കാനായിട്ട് ഇതിൽ തന്നെ സ്കെയിൽ ടൂളും കിടപ്പുണ്ട്. ഇല്ല കാണിക്കാവേ. ഇപ്പൊ മറ്റേ രീതിക്കാണെങ്കിൽ ഇവര് പറഞ്ഞ ഇപ്പം ഒരു കുട്ടിയെ മാത്രം എടുക്കണമെങ്കിൽ ഇവിടെ ഒരു കയർ, ഈ തൂങ്ങിച്ചാൻ പോകുന്ന ഒരു കയറ് കെട്ടിയിടുന്ന പോലെ ഒരു ചിഹ്നം ഉണ്ട് ഇവിടെ മേളിൽ, കണ്ടോ, ഫ്രീ അത് തന്നെ ഫ്രീ സെലക്ട് ടൂൾ എന്നൊരു ഇതുണ്ട്. നമുക്ക് ഇഷ്ടത്തിന് നമ്മൾ ചൂസ് ചെയ്യാം. ഫ്രീ സെലക്ട് ടൂൾ ഈ ഒരു കയറിന് ചിഹ്നം, ഒരു കയർ കെട്ടിയിടുന്ന ചിഹ്നമാണ്. ജസ്റ്റ് ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യാം. മിസ്റ്റർ മൈക്ക് നോക്കിയാണ്. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ പെൻകിനെ മാത്രം എടുക്കണമെങ്കിൽ ഇതിന്റെ ഈ എഡ്ജിൽ പോയിട്ട് ഇങ്ങനെ വരച്ചെടുത്താൽ മതി. കണ്ടോ, നമ്മൾ ക്ലിയർ ആയിട്ട് പോരത്തുള്ളൂ. അത് പറയണേ, നമ്മൾ എടുത്ത സൈഡിലോട്ട് തന്നെ കൊണ്ടുവന്നിട്ട് അത് ക്ലിക്ക് ചെയ്യണം. കട്ട് ചെയ്ത് വരത്തില്ല. സൂക്ഷിച്ച് കണ്ടു എടുക്കണം. പെൻകിനെ മാത്രമായിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ നമുക്ക് എടുക്കാം. മൗസ് പോയിന്റ് പെൻകിനെ മാത്രമായിട്ട് ഇപ്പൊ നമ്മൾ എടുത്തു. ഇനി ജസ്റ്റ് ഒന്ന് പെൻകിനെ മാത്രം സെലക്ട് ആയപ്പോൾ അവിടെ ഒരു ബ്ലാക്കും വൈറ്റും നിറം കിടന്ന് ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ സെലക്ട് ആക്കി നമ്മൾ ഈ കയർ ടൂളിൽ പോയി അത് നമ്മൾ ജസ്റ്റ് അതിന്റെ പുറത്തുകൂടി നമ്മൾ വരച്ചു, അതിന്റെ ബോഡിയുടെ പുറത്തുകൂടി നമ്മളൊന്ന് വരച്ചു. വരച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടിയത്. ഇപ്പോൾ സെലക്ട് ആയി. അത് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചാൽ മതി. അങ്ങനെ നമ്മൾ സെലക്ട് ആയതിനെ എൻ്റർ അടിക്കാൻ വേണ്ടി ഇതിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ആയതിനെ മൈക്ക് ഒന്ന് ഓഫാക്കി. പോലെ ചേട്ടാ പിന്നെ വിടാതെ പിന്തുടരാണല്ലോ, മാറുന്നില്ലേ? ഇവിടെ പോയിന്റ് തന്നെ ഒന്ന് കിടക്കുകയാണ്, മാറുന്നില്ല. നോക്കട്ടെ, അവിടെ കിടക്കട്ടെ. ഈ കയറിൻ്റെ ടൂള് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മൾ ഏത് ഭാഗമാണ് വേണ്ടത് ആ ഭാഗം ഇങ്ങനെ നമ്മൾ മൗസ് വെച്ച് ഇങ്ങനെ ഡ്രാഗ് ചെയ്തെടുക്കുക. ഡ്രാഗ് ചെയ്യുക വെച്ചാൽ മൗസ് പനി ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ആ ഭാഗം മൊത്തം സെലക്ട് ചെയ്ത് നമ്മൾ കൊണ്ട് തുടങ്ങിയില്ലേ, ആ പോയിന്റ് തന്നെ കൊണ്ട് കൂട്ടിമുട്ടിക്കുക. തിരിച്ച് ഇവിടെ കൊണ്ട് നമ്മൾ കൂട്ടിമുട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, അത് ചെറുതായിട്ട് തിളങ്ങുന്ന കാണാൻ പറ്റും. കണ്ടോ, ഇപ്പോൾ ഈ തിളങ്ങിയ ഭാഗത്ത് നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുക. എഡിറ്റിൻ്റെ അകത്തുനിന്ന് കട്ട് ചെയ്യുക. കണ്ടോ, അത് കട്ട് ചെയ്ത് മാറി. കണ്ടു. ഇനി നമ്മൾ എവിടെയെങ്കിലും ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ആക്കുക. അവർ എടുത്ത ക്യാൻവാസ് സൈസ് ഇവിടെ ആണെങ്കിലും കൊടുക്കാം. 600 ഇൻറ്റു 200 ഇൻറ്റു 150 അല്ലേ, 200 150 ഇവിടെ കൊടുക്കുക. 150 കൊടുത്തു, ഓക്കെ കൊടുത്തു. പുതിയൊരു ക്യാൻവാസ് കിട്ടി. ആ ക്യാൻവാസിൻ്റെ അകത്തോട് കൊണ്ട് എഡിറ്റ് ചെയ്തതിൻ്റെ അകത്ത് പേസ്റ്റ് ചെയ്യുക, അല്ലെ കോപ്പി ചെയ്യുക, അല്ലെ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ ഇമേജ് നമുക്ക് കിട്ടി. പക്ഷെ അത് ഭയങ്കര വലുതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതിനകത്ത് കൊള്ളിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കുക. സൈസ് കുറച്ച് വെച്ച് നോക്കുക. അപ്പോൾ ഇമേജ് അതിൻ്റെ അകത്ത് വരും. നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കണം.
ഇപ്പം മാറിയാണ് കിടക്കുന്നത് ഇമേജ്. അതിൻ്റെതായ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കണം. നമ്മൾ അതിൻ്റെ ക്യാൻവാസ് കയറ്റാനായിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ. ഇതാണ് നമ്മുടെ പെൻഗ്വിൻ. ആ പെൻഗ്വിൻ നമുക്ക് എടുത്ത് ഇങ്ങോട്ട് വെക്കണം. ഒന്ന് ഇരിക്കടാ. കുറേശ്ശെ അഡ്ജസ്റ്റ് ചെയ്തിടണം. ഇത് അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുകയുണ്ടോ സ്കെയിൽ ചെയ്യുന്നതിന്. നമ്മൾ നമുക്ക് കിട്ടേണ്ട ഇമേജ് ഇങ്ങനെ ആയിരുന്നു. നമ്മൾ കട്ട് ചെയ്തെടുത്തവനെ നമ്മൾ മൊത്തത്തിൽ അതിനകത്ത് കയറ്റി നമ്മൾ ഇതിൻ്റെ അകത്ത് കയറി സ്കെയിൽ ചെയ്യണം. നമുക്ക് 150x200 ക്യാൻവാസ് ആണ്. ആ ക്യാൻവാസിനകത്ത് കൊള്ളുന്ന രീതിക്ക് വേണം നമ്മൾ സ്കെയിൽ ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അപ്പോൾ ആ രീതിക്ക് തന്നെ നമ്മൾ ആ സൈസ് തന്നെ ഇതിനെ ചെറുതാക്കണം. അതിൻ്റെ അകത്ത് കൊള്ളുന്ന രീതിക്ക് ആയാലേ കിടക്കത്തുള്ളൂ. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും, ക്യാൻവാസിനകത്ത് കയറാതെ. അതാണ് അതിന് പറ്റുന്ന പ്രശ്നം. നമ്മൾ ഇങ്ങനെ ചെറുതാക്കി എടുക്കണം അതിനെ മൊത്തത്തിൽ. ഹൈറ്റ് ഇങ്ങനെ നമ്മൾ ആ ക്യാൻവാസിനകത്ത് കൊള്ളിക്കണം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കയറ്റണം. ഇനി ക്യാൻവാസിനകത്ത് നമ്മൾ ഈ കിട്ടി 200x150 ക്യാൻവാസിനകത്ത് നമ്മൾ തന്നെ സ്കെയിൽ ചെയ്ത് കയറ്റി. കണ്ടോ? ഇപ്പോൾ അതാണ് നമ്മുടെ പുതിയ ക്യാൻവാസിനകത്ത്. ഒരു കുട്ടിയുടെ ഭാഗം മാത്രം കട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് നമ്മുടെ ക്യാൻവാസിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തി. ഒന്നുമില്ല, നമ്മൾ ഇവിടെ നേരെ കട്ട് ചെയ്തെടുത്ത്. നമ്മൾ കട്ട് ചെയ്തെടുത്ത് മനസ്സിലായില്ല. നമ്മളങ്ങനെ നമ്മുടെ ഈ കയറിൻ്റെ ടൂൾ വെച്ച് നമ്മളിത് സെലക്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിനെ കട്ട് ചെയ്ത് അവിടുന്ന് നമ്മുടെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫോട്ടോയെ നമ്മൾ കട്ട് ചെയ്തു. അവിടെ നമ്മൾ ഫയലിൽ വന്നിട്ട് ന്യൂവിൽ വന്ന് ന്യൂവിൻ്റെ അകത്ത് നിന്ന് ഒരു പുതിയ ക്യാൻവാസ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 200x150. നമ്മൾ ആ ക്യാൻവാസിൻ്റെ സൈസ് അടിച്ചു കൊടുത്തു. അപ്പോൾ ആ ക്യാൻവാസ് നമുക്ക് വന്നു. ആ ക്യാൻവാസിനകത്ത് നമ്മൾ ഈ ഫോട്ടോ ഫിക്സ് ആക്കി വെക്കണം. ഫിക്സ് ആക്കാനായിട്ട് നമ്മൾ ഈ ടൂൾ ഉപയോഗിക്കണം. ഈ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തോട്ട് ഫിക്സ് ആക്കി വെക്കണം. ഈ സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനകത്തോട്ട് വലുതാക്കാം, ചെറുതാക്കാം, വലിപ്പം കൂട്ടാം, കുറയ്ക്കാം. ഉണ്ടോ? ഇതിനകത്ത് കൊള്ളുന്ന രീതിക്ക് നമ്മൾ ആക്കിയിട്ട് സ്കെയിൽ അടിച്ചാൽ മതി. അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടിരുന്നോളും. ഇനി ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് അടിക്കണമെങ്കിൽ ഈ എന്ന് പറഞ്ഞ ബട്ടൺ അടിച്ചാൽ മതി. എന്ന് ബട്ടൺ അടിച്ചിട്ട് നമുക്ക് എവിടെയാണ് ടെക്സ്റ്റ് അടിക്കേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ എന്നാ വെച്ചാൽ അടിക്കുക. പെൻഗ്വിൻ എന്ന് അടിക്കണമെങ്കിൽ പെൻഗ്വിൻ അടിക്കുക. പെൻഗ്വിൻ എന്ന് അടിച്ചു, അതവിടെ വന്നു. ഇതിൻ്റെ നിറം മാറ്റണമെങ്കിൽ സെലക്ട് ചെയ്യുക. ഇവിടെ ബ്ലാക്ക് ബട്ടണാണ് കിടക്കുന്നത്, ബ്ലാക്ക് നിറം കിടക്കുന്നത്. മാറ്റി റെഡ് വല്ലതും കൊടുക്കുക, ഒക്കെ കൊടുക്കുക. ഉണ്ടോ? നിശ്ചിത കുട്ടിയുടെ ഭാഗം മാത്രം ക്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് ഈ ടൂൾ എടുത്ത് കളക്ട് ചെയ്യാം. മറ്റേ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടൊരു ഏരിയ മാത്രമേ കട്ടായി പോകത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കേണ്ട ടൂൾ ഈ കയറിൻ്റെ ടൂളാണ്. ഈ കയർ കണ്ട് ഈ കയറിൻ്റെ ടൂൾ നമ്മൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തു. അതിനെ അവിടെ നിന്ന് കട്ട് ചെയ്തു, ഫയലെടുത്തു, ഒരു ന്യൂ എന്ന ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ന്യൂ ക്യാൻവാസിൻ്റെ സൈസ് നമ്മളോട് ചോദിച്ചു. നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ സൈസ് നമ്മളോട് അപ്ലൈ ചെയ്തു. അവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് ഇതിൻ്റെ അകത്ത് ഫയലിൽ പോയിട്ട് എഡിറ്റിൻ്റെ അകത്ത് പോയിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്ത ഇമേജിനെ നമ്മൾ സ്കെയിൽ ടൂൾ വെച്ച് നമ്മുടെ ക്യാൻവാസിലോട്ട് കൊള്ളിച്ചിട്ട് നമ്മൾ അതിന് ടൈറ്റിൽ കൊടുത്തു. ഇനി നമ്മൾ സേവ് ചെയ്താൽ മതി. ഇത്ര നമ്മൾ ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ അകത്ത്. മനസ്സിലായോ? നമ്മൾ എക്സ്പോർട്ട് എസ് കൊടുക്കുക. എവിടെ സേവ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ കൊണ്ട് സേവ് ചെയ്യുക. ഇതിപ്പോൾ എവിടെയെങ്കിലും കൊടുക്കാം, ഡെസ്ക്ടോപ്പിൽ തന്നെ കൊടുക്കാം. പോട്ടെ, എക്സ്പോർട്ട്. ഇപ്പോൾ അതിനകത്ത് സേവ് ആയി. ഇതാണ് കണ്ടോ? ഇപ്പോൾ ആ ഭാഗം അവിടെ ഇല്ല. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇത് കണ്ടോ? അവിടെ മാത്രം ഇല്ല, ബാക്കി 2 അവിടെ ഉണ്ട്. നമ്മൾ കട്ട് ചെയ്ത 3ാമത്തെ പെൻഗ്വിൻ അവിടെ ഇല്ല. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഒറിജിനൽ ഇമേജ് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഒറിജിനൽ ഇമേജ് ഇങ്ങനെ ഇനിയും പോയി സേവ് ആകത്തുള്ളൂ. ഈ നടുക്കത്തെ സാധനം ഇല്ലാതെ പോയി സേവ് ആയി പോകും മറ്റേതിൻ്റെ അകത്ത്. അപ്പോൾ അടുത്ത ആൾ ചെയ്യാൻ വരുമ്പോൾ എന്നാ പറ്റും? അവന് നടുക്കത്തെ ആളെ കിട്ടത്തില്ല, ബാക്കി എല്ലാവരെയും കിട്ടും. അതാണ് പ്രശ്നം വരുന്നത്. മനസ്സിലായി? ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഫയൽ. ഇതേണ്ട കണ്ടോ? പെൻഗ്വിൻ എന്ന് കിടക്കുന്നുണ്ടോ? ഇതാണ് ഒരു നിശ്ചിത ഭാഗം ക്രോപ്പ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുന്ന രീതി. ഉണ്ടോ? മനസ്സിലായോ? എന്നിട്ട് പറയണോ ടീച്ചോ? ക്ലിയർ ആയോ? എന്നിട്ട് പറയണോ ഇത്? ഹലോ, ആ ഓക്കെ. ടീച്ചോ കിട്ടിയോ? ഓക്കെ ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞ കാലത്തെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഇതാണ് ആ ചോദ്യം. കാണാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ കാണാമോ? ക്വസ്റ്റ്യൻ വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അധ്യാപക ദിനത്തോടനുബന്ധിച്ച് ഒരു ആശംസാ കാർഡ് ജിമ്പിൽ തയ്യാറാക്കുക. അത് ചെയ്യേണ്ട രീതിയാണ് പറഞ്ഞിരിക്കുന്നത്. ജിമ്പ് തുറന്ന് 600x400 പിക്സൽ സൈസിൽ ക്യാൻവാസ് നിർമ്മിക്കുക. ഹോമിലെ DLED ഇമേജസ് എന്ന ഫോൾഡറിൽ teacher.jpg എന്ന ചിത്രം ഉൾപ്പെടുത്തുക. ചിത്രത്തെ അനുയോജ്യമായ സ്ഥലത്ത് ക്രമീകരിക്കുക. ടീച്ചർ ദി ഡിസൈനർ ഓഫ് ഡെൻസിറ്റി എന്ന വാചകം ടൈപ്പ് ചെയ്ത് ചേർക്കുക. കാർഡ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയലിൽ സമയമായി നൽകി അത് ചെയ്യുക. അപ്പോൾ നിങ്ങൾ അതിന് മുമ്പുള്ള സാധനങ്ങൾ എല്ലാം ചെയ്യണം. അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ജിമ്പ് തുറന്ന് 600x400 ക്യാൻവാസ് പിക്സൽ സൈസിൽ ക്യാൻവാസ് നിർമ്മിക്കുക. അത് നമ്മൾ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിൻ്റെ ചെയ്യാൻ പോകണം. ഏത് ഫോൾഡർ എടുക്കേണ്ടത്? teacher.jpg ഫയൽ എടുക്കേണ്ടത്. അത് നമ്മൾ DLED ഇമേജ് തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ തപ്പിപ്പോവാം. ഓക്കെ, DLED ഇമേജിൻ്റെ അകത്ത് ഹോമിലെ DLED ഇമേജ് ഇതാണ് ഫോൾഡർ. ഇവിടുന്ന് teacher.jpg ഇതേ കിടക്കുന്നു. ഇതാണ് നമ്മുടെ ഫോൾഡർ teacher.jpg. ഇതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ വരും. അതിൽ നിങ്ങൾ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ അത് അതായത് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അത് നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ നേരെ സെലക്ട് കൊടുത്താൽ നമ്മുടെ അതിൻ്റെ അകത്തത് ഓപ്പൺ ആയി കിട്ടും. ഇതാണ് നമ്മുടെ GNUവിൻ്റെ അകത്തത് ഓപ്പൺ ആയത്. ഇതാണ് ആ പടം. ഇനി ഇതിനെ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനെ എങ്ങോട്ട് മാറ്റണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ക്യാൻവാസ് സൈസ് പറഞ്ഞില്ലായിരുന്നോ? ക്യാൻവാസ് സൈസ് 600x400 പിക്സൽ സൈസിൽ ക്യാൻവാസ് നിർമ്മിക്കുക. ഓക്കെ, നമുക്കത് നിർമ്മിക്കാം. 600x400 നിർമ്മിക്കണം. അതിന് നമ്മൾ ഇമേജിൽ പോവുക. ഇമേജിൽ നിന്ന് സ്കെയിൽ ഇമേജ് എടുക്കുക. ഈ കെട്ട് നമ്മൾ അഴിച്ചിടുക. ഈ ചങ്ങലയുടെ കെട്ട് നമ്മൾ അഴിക്കുക. ഇവിടുന്ന് 600 കൊടുക്കുക. ഇവിടെ 600, ഇവിടെ 400 കൊടുക്കുക. 600x400 ക്യാൻവാസായി. താഴെ സ്കെയിൽ കൊടുക്കുക. കണ്ടോ? ഇപ്പോൾ 600x400 നമുക്ക് മേളിൽ വായിക്കാൻ പറ്റും. 600x400 ജിമ്പ് എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ക്യാൻവാസ് സൈസായി. ഇനി ഇതിൻ്റെ അത് പറഞ്ഞിരിക്കും ടീച്ചർ ദി ഡിസൈനർ ഡെൻസിറ്റി എന്ന് ഒരു ടൈപ്പ് ചെയ്താൽ മാത്രം മതി. അതിന് നമ്മൾ എന്നാ എടുക്കണം? നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ കാണുന്നില്ല. ടൂൾ ബോക്സ് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞത് ടൂൾസിൽ പോയിട്ട് ന്യൂ ടൂൾ ബോക്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ടൂൾ ബോക്സ് ഇവിടെ വരും. കണ്ടോ? അതിന് ടൂൾ ബോക്സ് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് നമ്മളെടുത്തു, ടൂൾ ബോക്സ് എടുത്തു, അതിന് ഇച്ചൊന്ന് വലിച്ചിട്ടു. ഇനി ഇവിടെ ടീച്ചർ ദി ഡിസൈനർ ഡെൻസിറ്റി എന്ന് മാത്രം അടിച്ചാൽ മതി. അല്ലേ പറഞ്ഞിരിക്കുന്നത്? ദി ടീച്ചർ ദി ഡിസൈനർ ഓഫ് ഡെൻസിറ്റി എന്ന് അടിച്ചാൽ മതി. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇമേജിൽ പോവുക. അവിടെ നമ്മൾ ടെക്സ്റ്റ് ടൂൾ എടുക്കുക. ടെക്സ്റ്റ് ടൂൾ എടുത്ത് എവിടെയാണ് നിങ്ങൾക്ക് ടീച്ചർ ദി ഡിസൈനർ ഡെൻസിറ്റി അടിക്കേണ്ടത് അവിടെ ഒന്ന് സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് മൗസ് വെക്കുക. ഇവിടെ അടിക്കുക ടീച്ചർ ദി ഡിസൈനർ ഡെൻസിറ്റി അടിച്ചു. ഇനി നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിടണം. ഇതിനെ മൊത്തം സെലക്ട് ചെയ്യുക. ഇതിൻ്റെ സൈസ് കൂട്ടാനായിട്ട് 18 കിടക്കുന്ന 18 കൂട്ടി ഒരു ഇച്ചിരി സൈസ് കൂട്ടിയിടുക. ഇനി അതിൻ്റെ നിറം മാറ്റണേ, നിറം മാറ്റുക. നിറവ് മാറ്റി നമ്മൾ മാറ്റുകയുണ്ടോ? ടീച്ചർ ദി ഡിസൈനർ ഡെൻസിറ്റി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഇതിനകത്ത് ആഡായി. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ഇതുകൊണ്ട് സേവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് എളുപ്പം തീർന്നു നോക്കി. ഇതാണ് ആശംസാ കാർഡ് കൊടുക്കാനായിട്ട് ഇങ്ങനെ അടിച്ചു വെക്കാനാണ് പറഞ്ഞത്. ഈ ഫയൽ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്ത് എന്ത് ചെയ്യണം? 600x400 ക്യാൻവാസ് സൈസിനകത്ത് ടീച്ചർ ദി ഡിസൈനർ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടന്റ് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ ആ ക്യാൻവാസായി നമ്മൾ ടൈപ്പ് കണ്ടന്റ് ചെയ്തു. വേറെ വല്ലവരും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് ആദ്യം ടൈപ്പ് ചെയ്യുക. സംയോജിതമായ സ്ഥലത്ത് ക്രമീകരിക്കുക. ഓക്കെ, ടീച്ചർ രജിസ്റ്റർ നമ്പർ. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്താൽ മാത്രം മതി. ഇവർ പറഞ്ഞിട്ടുണ്ട് HCF ഫോർമാറ്റ് സേവ് ചെയ്യാം. കണ്ടോ? ഇതിനകത്ത് പറഞ്ഞിരിക്കണ്ടോ? നമ്മൾ മുമ്പേ സ്പെസിഫിക് ആയിട്ട് ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് HCF ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ HCF ഫോർമാറ്റ് എങ്ങനെ എടുക്കുമെന്ന് നോക്കാം. ഇതൊന്ന് മിനിമൈസ് ചെയ്യുക. നമ്മളിതിനെ സേവ് ചെയ്യാനായിട്ട് ഫയല് എക്സ്പോർട്ട് എസ് കൊടുക്കുക. അവിടുന്ന് ഇവിടെ JPG വന്ന് കിടക്കുന്നുണ്ടോ? ഈ JPG നമ്മൾ മാറ്റണം. ഇത് ടീച്ചർ എന്നല്ല, നമ്മുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കേണ്ടത്. രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. അവിടുന്ന് JPG ഫയൽ ആകുന്നത് ഇത് നമ്മൾ മാറ്റണം. അത് മാറ്റാനായിട്ട് ചെയ്തുണ്ടോ? ഓൾ എക്സ്പോർട്ട് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾ XCF എവിടെ കിടക്കും തപ്പിയെടുക്കണം. കണ്ടോ? ഇത് മൊത്തം ഫോർമാറ്റ്, ഒരു ഫോട്ടോ സേവ് ആക്കേണ്ട ഫോർമാറ്റാണിത്. ഇതാണ് ഇതിനകത്ത് നിന്ന് HCF എവിടെ തപ്പിയെടുക്കണം. XCF ഇതെങ്ങാനും കാണും. എടുക്കുന്നുണ്ടോ? XCF ജിംബ് HTML ഫയൽ എന്ന് പറഞ്ഞുണ്ടോ? XCF ഫയൽ കണ്ടോ? ഇത് നമ്മൾ സെലക്ട് ചെയ്ത XCF ഫയൽ കണ്ടോ? .HCF എന്ന് കിടക്കുന്നുണ്ടോ? ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് HCF ആയിട്ട് മാറിക്കോളും.
ഇതിപ്പോൾ HCF ആയിട്ടാണ് സേവ് ആകുന്നത്. ഇനി എന്നിട്ട് ഇത് മാറിയില്ല ജസ്റ്റ് ഇവിടെ നിങ്ങൾ മാറ്റിയിട്ട് ജസ്റ്റ് HCF എന്ന് മാത്രം അടിച്ചാൽ മതി. HCF എന്ന് അടിച്ചാൽ മതി. ഇത് HCF എന്ന് പറഞ്ഞാൽ ആ ജിമ്പിൽ തന്നെ ഓപ്പൺ ആകുന്ന ഫയലാണ് ഈ HCF ഫയൽ എന്ന് പറഞ്ഞാൽ. നമുക്കത് ഡയറക്റ്റ് ആണെങ്കിൽ സേവ് ചെയ്യാം. എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നോട് ബി എക്സ്പോർട്ടിങ് ഇത് പറയാൻ പറഞ്ഞില്ലേ HCF ഫോർമാറ്റ് നമ്മൾ ജിമ്പിൽ തന്നെ ഓപ്പൺ ആകുന്നതെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് സേവ് ചെയ്താൽ മതി, അതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ HCF ഇവിടെ കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഫയലിൽ പോവുക, ജസ്റ്റ് സേവസ് മാത്രം കൊടുത്താൽ മതി. സേവസ് കൊടുത്തിട്ട് എവിടെ കൊടുക്കേണ്ടത് മാത്രം കൊടുത്താൽ മതി. കാരണം അത് കണ്ടു ഇപ്പോൾ കണ്ടു മേളിൽ HCF തന്നെ വരുന്നുണ്ടോ. അപ്പോൾ നമ്മളിവിടെ രജിസ്റ്റർ നമ്പർ കൊടുത്താൽ മതി. ഇവിടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക, ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക, അവിടുന്ന് ഏത് ഫയലാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കൊണ്ട് സേവ് ചെയ്യുക. ഞാനിപ്പം ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ആക്കുന്നത്. ഇപ്പോൾ സേവ് ആയി. അവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിനകത്ത് സേവ് ആയി. ഇനി വന്നോ നോക്കാം. കേട്ടോ ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത് HCF ഫയൽ എന്നുണ്ടോ. HCF ഫയൽ എന്ന് വെച്ചാൽ ജിമ്പിൽ തന്നെ അത് ഓപ്പൺ ആകും. അതിനാണ് HCF ഫയൽ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇപ്പോൾ ചെയ്തത് ഫയൽ കണ്ടോ. ഇത്ര ഉള്ളു ചെയ്യാനായിട്ട്. ഒരു ആശംസ കാർഡ് നിർമ്മിക്കാനായിട്ട് ജസ്റ്റ് ആ ക്യാൻവാസ് എടുക്കുക, ഫോട്ടോ എടുക്കുക, അതിൻ്റെ അകത്തുനിന്ന് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറഞ്ഞു. ആ ടെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് കീയിൽ പോയി എന്ന് പറഞ്ഞ കീയിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്തു. അവിടെ നമ്മൾ ടീച്ചർ ഡെൻസിറ്റി ടൈപ്പ് ചെയ്തു. അവിടുന്ന് നമ്മൾ ഓക്കെ കൊടുത്ത് അത് സേവ് ചെയ്യാനായിട്ട് HCF ഫയലായിട്ട് നമ്മൾ ഡയറക്റ്റ് സേവ് എടുത്തത്. ശ്രദ്ധിക്കണം, HCF ഫയൽ എന്ന് വെച്ചാൽ ജിമ്പിൽ തന്നെ ഓപ്പൺ ആകുന്ന ഫയലാണ്. അതുകൊണ്ടാണ് നമ്മൾ HCF ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ അവർ പറഞ്ഞത് അങ്ങനെ പോയി പ്രത്യേകം സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് സേവ് ചെയ്താൽ മതി എന്നൊരു ഓപ്ഷനാണ് കൊടുത്തത്. ഞാൻ സേവ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയായിരുന്നു, ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് ഫയലിൽ പോവുക, അവിടുന്ന് സേവസ് കൊടുക്കുക, നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡർ ഇവിടെ. ഇപ്പോൾ ഡീലഡ് പ്രോഡക്ട്സിലാണെങ്കിൽ ഡീലഡ് പ്രോഡക്റ്റ് ഇവിടെ തപ്പുക, ഇവിടെ കാണും ഡീലഡ് പ്രോഡക്ട്സ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കൊണ്ട് ഇതാക്കുക. ഇതിൻ്റെ നമ്മുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും അടിക്കുക, സേവ് അടിക്കുക. അത് സേവ് ആയിക്കോളും ഇങ്ങോട്ട്. ഇനി ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. മനസ്സിലായി? ഇതൊന്നുകൂടി പറയണോ? ഇനിയും ഇതൊന്നുകൂടി പറയണോ? ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്ലിയർ ആയോ ക്വസ്റ്റ്യൻ? ഹലോ ക്ലിയർ ആയി. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? മതി ആർക്കെങ്കിലും ആയാൽ മതി. ഇനി അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് നമ്മൾ ചെയ്തല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. എല്ലാം ചെയ്തതല്ലേ നിങ്ങളോ? ഓക്കെ, ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് കഴിഞ്ഞ പോലത്തെ മോഡൽ ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കേട്ടോ, വായിക്കാൻ പറ്റത്തില്ലേ? ജലസംരക്ഷണത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി ഒരു പോസ്റ്റർ ജിമ്പിൾ തയ്യാറാക്കുക. അതിന് ചെയ്യേണ്ട രീതിയാണ് ജെമ്പ് തുറന്ന് 600x400 പിക്സൽ സൈസിൽ ക്യാൻവാസ് നിർമ്മിക്കുക. ഹോമിലെ DLD ഇമേജസ് ഫോൾഡറിൽ കണ്ടാമിനേറ്റഡ് water.jpg, water.jpeg ഫയൽ എന്നിവ തുറക്കുക. ചിത്രത്തിന് താഴെയായി ഡു യുവർ പാർട്ട് ഇൻ സേവിങ് വാട്ടർ എന്ന വാചകം ടൈപ്പ് ചെയ്ത് ചേർക്കുക. പോസ്റ്ററിനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ പോട്ടെ. ഇത് PNG ഫോർമാറ്റിലാക്കേണ്ടത് നമുക്ക് ശ്രദ്ധിച്ചാൽ കണ്ടോ. PNG ഫോർമാറ്റ്, മുമ്പ് XCF ഫോർമാറ്റ് ആയിരുന്നു, ഇത് PNG ഫോർമാറ്റ്. ശ്രദ്ധിക്കണം, ഫോർമാറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോർമാറ്റ് തന്നെ കൊണ്ട് സേവ് ചെയ്യാവുള്ളൂ. മുമ്പ് ചോദിച്ചത് XCF ആയിരുന്നു, ഇപ്പോൾ ചോദിക്കുന്നത് PNG ആണ്. ഇതിന് മുമ്പേ നമ്മൾ യാതൊരു ഫോർമാറ്റും ചോദിച്ചില്ല, അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതെവിടെ തുറക്കേണ്ടത്? 600x400 ക്യാൻവാസ്. ഓക്കെ, DLD ഇമേജിനകത്ത് കണ്ടാമിനേറ്റഡ് water.jpg, water.jpeg ഫയൽ തുറക്കണം. ഓക്കെ, തുറക്കാം. അതിന് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ്, അവിടുന്ന് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം നമ്മൾ തുറന്നു. മുമ്പ് തുറന്നൊരു പടം കിടപ്പുണ്ട്, അതിന് നമ്മൾ കളഞ്ഞു. ഇവിടെ നമുക്ക് ടൂൾ ബോക്സ് ഇല്ല. ടൂൾ ബോക്സ് എടുക്കാൻ ടൂൾ ബോക്സിൽ പോയി ന്യൂ ടൂൾ ബോക്സ് എടുത്തു. ടൂൾ ബോക്സിനെ അങ്ങോട്ട് മാറ്റിയിട്ടു, ഇച്ചിരി വലിപ്പം കൂട്ടി. അതിന് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇവിടെ ഫയലിൽ പോവുക, ഓപ്പൺ ചെയ്യുക. ഏതൊക്കെയാണ് തുറക്കേണ്ടത്? കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് യൂസറിൽ പോവുക, DLD ഇമേജസിൽ പോവുക. DLD ഇമേജസ് water.jpg ഈ ഫയൽ ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏതാ പറഞ്ഞിരിക്കുന്നത്? കണ്ടാമിനേറ്റഡ് water.jpg. ഈ രണ്ട് ഫോൾഡർ നമ്മൾ 2 ഫോട്ടോ ആണ് അതിനകത്ത് കയറ്റേണ്ടത്. നമുക്ക് കയറ്റാം. അതിന് നമ്മൾ രണ്ടും കൂടി സെലക്ട് ചെയ്യാനായിട്ട് ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ നിൽക്കുക, ജസ്റ്റ് താഴത്തെയും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ രണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്ത് രണ്ട് ഈ ഓറഞ്ച് നിറത്തിൽ കാണുന്നത്. ഇവിടെ നേരെ ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കാൻ താഴെ ലോഡായി. ഇതാണ് ഒരു പിക്ചർ. മറ്റേ പിക്ചർ എന്ത് ചെയ്യും? അത് ഇവിടെ വന്ന് കിടപ്പുണ്ടോ? 2 വന്ന് കിടപ്പുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്യാൻവാസ് സൈസ് നിർമ്മിക്കാൻ പറയാം. എത്ര ക്യാൻവാസ് സൈസ്? 600x400. നമ്മുടെ 2 പിക്ചർ ഇപ്പം ജിമ്പിൽ ഓപ്പൺ ആയി കിടപ്പുണ്ട്. ഇതാണ് ഒരെണ്ണം, രണ്ടും ഓപ്പൺ ആയി കിടപ്പുണ്ട്. നമ്മൾക്ക് ഇനി ഒരു ക്യാൻവാസ് സൈസ് നിർമ്മിക്കണം. നമ്മൾ ഫയൽ എടുക്കുക, അവിടുന്ന് ന്യൂ കൊടുക്കുക. ന്യൂവിൻ്റെ അകത്ത് നിന്ന് 600 ഇവിടെ കൊടുക്കുക. 600
താഴെ എത്രയായിരുന്നു? 400. 600 400 കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ക്യാൻവാസ്. നമ്മുടെ പുതിയ ക്യാൻവാസ് ഇവിടെ ഉണ്ട്. നമ്മളിതൊന്ന് മാറ്റിയിടണം. മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമേജിനെ കയറി ഒന്നും ചെയ്യാൻ നിൽക്കില്ലെന്ന്. കാരണം നമ്മൾ ഇനി ചെയ്തു പോയാൽ ഈ ഇമേജ് ഇവിടുന്ന് പോകും. നമ്മൾ ചെയ്ത് എഡിറ്റ് ആയിട്ടുള്ള ഇതേ പിന്നെ ഇതിനകത്ത് ഒരു സേവ് ആകുള്ളൂ. അതിന് നമ്മൾ എന്നാ എടുക്കണം? ഇമേജിൽ പോയിട്ട് ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഈ താഴെ വന്ന ഒറിജിനൽ ഇമേജ് നമ്മൾ കളഞ്ഞു. നമ്മൾ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ആണ്. ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണ്ടേ? ഇത് നമ്മളിങ്ങനെ മിനിമൈസ് ചെയ്തു. ഇവിടുന്ന് ഇമേജ് എടുത്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആയി. ഒറിജിനൽ ഇമേജ് നമ്മൾ കളഞ്ഞു. അത് രണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്, കിടക്കട്ടെ. ഇതാണ് നമുക്ക് ചെയ്യേണ്ട എന്ത്? നമ്മുടെ പുതിയ നമ്മൾ ചെയ്യുന്ന ഫോൾഡറിൻ്റെ അകത്താണ് വരേണ്ടത്. 600 × 400 ക്യാൻവാസ് ഇതാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവനെ എടുക്കുക. ആദ്യത്തെ ഫോൾഡർ 2 ഫോട്ടോ ഒരുമിച്ച് ഒരു ക്യാൻവാസിലാക്കാനാണ് പറഞ്ഞത്. അതിന് നമ്മൾ ആദ്യത്തെ ഇതിനെ എടുത്തു. ഇതിനെ നമ്മൾ ഇമേജ് എടുത്തു, എഡിറ്റ് എടുത്തു. എഡിറ്റിൽ നിന്ന് കോപ്പി ചെയ്തു. കണ്ടോ, എഡിറ്റിനകത്ത് കോപ്പി ചെയ്ത ഫയലിനെ നമ്മൾ നമ്മുടെ 600 × 400 ക്യാൻവാസിൽ വന്നു. ഇവിടുന്ന് എഡിറ്റ് എടുത്തു. ഇവിടുന്ന് പേസ്റ്റ് അസ്സേ ചെയ്യാവുള്ളൂ. ഇവിടുന്ന് പേസ്റ്റ് അല്ല അടിക്കേണ്ടത്, പേസ്റ്റ് അസ്സേ ചെയ്യുള്ളൂ. പേസ്റ്റ് അടിച്ചാൽ പ്രശ്നം വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ സേവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ റീ എഡിറ്റ് നടത്തണമെങ്കിൽ നമ്മൾ ആ ഫയൽ ഒന്നുകൂടി എടുത്ത് ആദ്യം തൊട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, പേസ്റ്റ് അസ് ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാനുള്ളൂ. 2 ഇമേജ് വരേണ്ടതാണ്. ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമേജ് അതിൻ്റെ അതിട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ച് കളിക്കാം. ഇത് ന്യൂ ലെയർ ആയിട്ട് ഇട്ടാൽ നമുക്ക് രണ്ട് ലെയർ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ പേസ്റ്റ് അസ് ന്യൂ ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഇത് പുതിയ ലെയറിൽ പേസ്റ്റ് ആയി. ഇതിപ്പോൾ നമ്മുടെ ക്യാൻവാസ് നിറഞ്ഞാണ് നിൽക്കുന്നത്. നമ്മൾ ഇതിനെ ഷോർട്ട് ആക്കാനായിട്ട് ഇവിടെ നമ്മൾ ഈ സ്കെയിൽ ടൂളിൽ പോവുക. സ്കെയിൽ ടൂളിൽ പോയി ഇവിടെ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ സൈസ് കുറയ്ക്കുക. സൈസ് കുറയ്ക്കാനായിട്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് കുറച്ചെടുക്കാറുണ്ട്. ഇവിടെ കുറയുന്ന കാണാം. ഇതിൻ്റെ വിട്ട് കുറഞ്ഞു. ഇനി സൈസ് കൂടി ഹൈറ്റ് കൂടി കുറയ്ക്കണം. ഹൈറ്റും കുറഞ്ഞു. ഇനി കുറച്ച് നമ്മുടെ ക്യാൻവാസിനകത്ത് കയറ്റുന്ന രീതിക്കുള്ള സൈസാക്കി എടുക്കണം. ഓക്കെ, നമ്മൾ സ്കെയിലാക്കി നമ്മൾ ഇതിനാണ് നമ്മുടെ ക്യാൻവാസിനകത്ത് നമ്മളൊന്ന് കൊള്ളുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിടുക. അതിനെ സ്കെയിലാക്കുക. ഓക്കെ, അതിപ്പോൾ സ്കെയിലായി. നമ്മുടെ ആ ഇമേജിനകത്ത് സ്കെയിലായിട്ടിരിക്കുകയാണ്. ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ചെരിച്ചോ മറിച്ചോ കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി വെച്ചാൽ വട്ടം തിരിച്ച് കാണണമെങ്കിൽ ഒന്ന് വട്ടം തിരിക്കാം. ഇത് മൂവ് ചെയ്ത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം. നമ്മൾ ഈ 2 ഇമേജിൻ്റെ അത് കയറ്റാനാണ് നോക്കുന്നത്. ഇത് 90 ഡിഗ്രി തിരിക്കണം, അതൊക്കെ തിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ, സമയമുള്ള പോലെ നമുക്ക് ചെയ്യാം. 90 ഡിഗ്രി തിരിക്കാൻ വലിയ പാടൊന്നുമില്ല. ഇത് ജസ്റ്റ് എടുക്കുക. ഇവിടുന്ന് നേരെ ഇതുണ്ടോ ട്രാൻസ്ഫോം എടുക്കുക. ഇമേജിനകത്ത് ട്രാൻസ്ഫോം എടുത്തിട്ട് ഉണ്ടോ ഇതൊക്കെ തലതിരിഞ്ഞൊക്കെ വരുന്നുണ്ടോ? അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണം സമയം ഉണ്ടെങ്കിൽ ആക്കി ചെയ്താൽ മതി. ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇപ്പം നമ്മുടെ നോർമൽ പിക്ചർ പോലെ ഇതാ. ഇപ്പം നമ്മൾ ചെരിച്ചും മറിച്ചൊക്കെ എടുത്തില്ലേ, ഇങ്ങനെ ചില ഫോട്ടോ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയിരിക്കുന്നു, തലകീഴായിട്ട് നിൽക്കുന്നോ കാണത്തില്ലേ? അങ്ങനെയൊക്കെ ചെയ്യാന്നാണ് പറഞ്ഞത്. സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ ആദ്യത്തെ ഫോട്ടോ കൊണ്ടുവന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഫോട്ടോയിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ ഫോട്ടോ ഇതുപോലെ തന്നെ നമ്മളിത് മാക്സിമൈസ് ചെയ്യുക. ഇവിടെ നമ്മൾ എഡിറ്റ് എടുത്തു. എഡിറ്റ് ചെയ്ത് ഇതിനെ നമ്മൾ കോപ്പി ചെയ്തിട്ട് ഈ ടാബ് ഒന്ന് മിനിമൈസ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ എഡിറ്റ് എടുത്തു. ഇവിടെയും പേസ്റ്റ് അസ് ചെയ്യുള്ളൂ. പേസ്റ്റ് അസ് ന്യൂ ലെയർ ചെയ്തു. ഇതും വേറെ ലെയറായിട്ട് വന്നു. പിന്നെ നമ്മൾ ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഓവർലൈറ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഓവർലൈറ്റ് ആയിട്ട് കിടക്കുന്നതിന് നമ്മൾ ഇവിടുന്ന് മാറ്റാനായിട്ട് നമ്മളിവിടെ മൂവ് ടൂൾ ഉപയോഗിക്കണം. കാരണം ഈ കുരിശ് പോലെ ഇരിക്കുന്നതാണ് മൂവ് ടൂൾ. മൂവ് ടൂൾ നമ്മൾ എടുത്തു. ഇവിടെ നമ്മളിവിടെ സെലക്ട് ചെയ്തു. പിന്നെ ഇപ്പുറത്തോട്ട് എല്ലാം കൊണ്ട് പ്ലേസ് ചെയ്തു. നമ്മുടെ ക്യാൻവാസിനകത്ത് തന്നെ ഉൾപ്പെടുത്തി. ഇനി ഇതിനെ നമുക്ക് സൈസ് കൂട്ടുകയോ കുറയ്ക്കാൻ വല്ലതും ചെയ്യണമെങ്കിൽ ഇവിടുന്ന് സ്കെയിൽ ടൂൾ എടുക്കുക. മുമ്പ് ചെയ്തപോലെ തന്നെ സൈസും എല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ വലുതാക്കുകയോ ചെറുതാക്കുകയോ എന്നെ വേണേൽ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം. നമ്മൾ ഇതിനെ രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുവന്നു. സ്കെയിൽ കൊടുത്തു. അതായത് ഇപ്പോൾ രണ്ടും ഒരേ ക്യാൻവാസിനകത്തായി. രണ്ട് ഫോൾഡറായിട്ട് വേണമെന്ന് രണ്ടിനെ നമ്മൾ ഒരുമിച്ചെടുത്ത് സ്കെയിലെടുത്ത് നമ്മൾ ഒരു ക്യാൻവാസിൻ്റെ അകത്താക്കി. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടന്റ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നതാ ഡു യുവർ പാർട്ട് ഇൻ സേവിങ് വാട്ടർ. അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇവിടെ ടൈപ്പ് ചെയ്യണം, ഈ താഴെ ഇടയ്ക്കകത്ത്. നമ്മൾ ഈ ടെക്സ്റ്റ് കീ എടുക്കുക. ടെക്സ്റ്റ് കീക്കകത്ത് നമ്മൾ സെലക്ട് ചെയ്യുക. നമുക്ക് ചെയ്യേണ്ട ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുക. ഇവിടെ വെച്ച് ടൈപ്പ് ചെയ്യുക ഡു യുവർ പാർട്ട് ഇൻ സേവിങ് വാട്ടർ. ഡു യുവർ പാർട്ട് ഇൻ സേവിങ് വാട്ടർ. നമ്മൾ ഒന്ന് വലുതാക്കാനായിട്ട് ഇത് മൊത്തം സെലക്ട് ചെയ്യുക. ഇവിടുന്ന് സൈസ് കൂട്ടുക. കേട്ടോ, സൈസ് കൂടുമ്പോൾ വലുതാകുന്നുണ്ട്. ഈ നിറം മാറ്റണം. നിങ്ങൾക്ക് നിറം മാറ്റാം. ബ്ലൂ തന്നെ ഇരിക്കട്ടെ.
വെള്ളമില്ലേ? ആ, ഇത്രേ ഉള്ളൂ. ഉണ്ടോ? പരിപാടി കഴിഞ്ഞു. ഡു യുവർ പാർട്ട് ഇൻ സേവിങ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ അവർ പറഞ്ഞ രീതിക്കെല്ലാം ക്രിയേറ്റ് ആക്കി. ഇനി ക്രിയേറ്റ് ആക്കി കഴിഞ്ഞ് നമ്മൾ ഇതിനെ PNG ഫോർമാറ്റിൽ സേവ് ആക്കിയാൽ മാത്രം മതി. ബാക്കിയെല്ലാം നമ്മൾ ചെയ്തു. ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? 2 ഇമേജാണ് നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്നത്. 2 ഇമേജ് കൊണ്ടുവന്നിട്ട് 2 ഇമേജ് നമ്മൾ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാമിലേക്ക് നമ്മൾ ഓപ്പൺ ആക്കി എടുത്തു. ചെയ്ത കാര്യം ഒന്നുകൂടി പറയാം കേട്ടോ. ഓപ്പൺ ആക്കി എടുത്തു. ആ ഓപ്പൺ ആക്കിയതിനെ നമ്മൾ ഓരോ ഇമേജും തുറന്ന് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതെന്ന് വെച്ചാൽ ഒറിജിനൽ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്തു. ഒറിജിനൽ ഇമേജ് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്ത് മാറ്റി. അത് നമ്മൾ കളഞ്ഞു. എന്നിട്ട് നമ്മൾ എന്നാ ചെയ്തത്? നേരെ ആദ്യത്തെ ഇമേജ് എടുത്ത് അവിടുന്ന് നമ്മൾ എഡിറ്റ് ചെയ്തെടുത്ത് അവിടുന്ന് നമ്മൾ കോപ്പി ചെയ്തു. കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പുതിയ ക്യാൻവാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിനകത്തോട്ട് നമ്മൾ കൊണ്ട് പേസ്റ്റ് അസ് ന്യൂ ലെയർ ആണ് കൊടുത്തത്. ന്യൂ ലെയർ കൊടുത്തില്ല പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളിപ്പം ആദ്യം കണ്ടായിരുന്നു ഈ എവരി ഡോപ്പ് കൗണ്ട്സ് എന്ന് പറഞ്ഞ സാധനം ഇതിന് മുകളിലാവുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾ ന്യൂ ലെയർ കൊടുത്തില്ല ഇതിൻ്റെ മുകളിൽ ഓവറൈറ്റ് ആയി കിടക്കും. ഇതിങ്ങോട്ട് നീക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്ത് ഇതിപ്പോൾ ഒരു ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ, ഈ പുറകെ കിടക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മൂന്നാമത്തെ ലെയർ, അങ്ങനെ 3 ലെയറായിട്ട് ഇപ്പം ക്രിയേറ്റ് ആയി കിടക്കുന്നത്. അപ്പോൾ കാണാൻ ഇച്ചിരി ഭംഗി ഇതായിരിക്കും. മറ്റേന്ന് വെച്ചാൽ നമ്മളിവിടെ ഇതിൻ്റെ മുകളിൽ കയറി ഓവറൈറ്റ് ആയി കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ന്യൂ ലെയറിനകത്തുകൊണ്ട് പേസ്റ്റ് ചെയ്തത്. അങ്ങനെ തന്നെ നമ്മൾ രണ്ടാമത്തെ പിക്ചർ നമ്മൾ അങ്ങനെ ഓപ്പൺ ചെയ്തു. അതിനെ നമ്മൾ കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിന് നമ്മുടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻവാസിൽ വന്നിട്ട് എഡിറ്റിൻ്റെ അകത്തുനിന്ന് നമ്മൾ പേസ്റ്റ് അസ് ന്യൂ ലെയർ കൊടുത്തു. അതിൻ്റെ സൈസ് നമ്മൾ ഡിക്രീസ് ആക്കി ഇതിനകത്ത് തന്നെ കൊള്ളിച്ചു. നമ്മുടെ ക്യാൻവാസ് തന്നെ കൊള്ളിച്ചു. ടെക്സ്റ്റ് കീ എടുത്ത് അവർ പറഞ്ഞ ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്താൽ മാത്രം മതി. ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. ഒന്നുകൂടി പറയണോ ഇത്? അത് ചെയ്ത് കാണിക്കണോ? എന്നെ വേണേൽ പറഞ്ഞു ചെയ്യാം. ഇതൊന്നുകൂടി ചെയ്ത് കാണിക്കണോ? മിണ്ടുന്നില്ല ആരും, പോയെല്ലാവരും. മനസ്സിലായോ? ഇതൊന്നുകൂടി പറയണോ? ഒന്നുകൂടി ചെയ്ത് കാണിക്കണോ? അല്ലെ നമുക്ക് സേവ് ആക്കാം. എന്നെ വേണേൽ ചെയ്യാം. പറഞ്ഞു ചെയ്ത് കാണിക്കാവോ? വൈനോട്ട് തുടക്കം തൊട്ട് വേണോ അതോ എവിടെ നിന്നിട്ടാണ് വേണ്ടത്? മൊത്തം വേണോ ഒന്നുകൂടി? സ്റ്റാർട്ടിങ്. ഓക്കെ, സ്റ്റാർട്ടിങ് തൊട്ട്. സ്റ്റാർട്ടിങ് ആണെങ്കിൽ ഒന്നും ചെയ്യുന്നില്ല. സ്റ്റാർട്ടിങ് തൊട്ട് ഒന്നുകൂടി കാണിക്കാനാണ് പറഞ്ഞത്. നമ്മളൊന്നും ചെയ്യുന്നില്ല. ഡിസ്കാർഡ് ചേഞ്ചസ് എല്ലാം പോട്ടെ, പോയി, എല്ലാം പോയി. ഇപ്പോൾ സേവ് പോലും ആയിട്ടില്ല. നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ മാത്രം എടുക്കാം. പിന്നെ എല്ലാം കളഞ്ഞേക്കാം. പോട്ടെ. ഡിസ്കാർഡ് ചേഞ്ചസ്. ഓക്കെ, നമുക്കന്ന് ക്വസ്റ്റ്യൻ ഇതാണ്: ജലസംരക്ഷണത്തെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അതിന് പോസ്റ്ററിനകത്ത് നമ്മൾ 400x600 ക്യാൻവാസ് ചെയ്യണം. അവിടുന്ന് കണ്ടാമിനേറ്റഡ് വാട്ടർ JPG ഫോൾഡറും water.jpg ഫോർമാറ്റ് നമ്മൾ എടുക്കണം. അതിന് നമ്മൾ ഡു യുവർ പാർട്ട് ഇൻ സേവിങ് കാർട്ട് എന്ന് പറഞ്ഞാൽ വാചകം ടൈപ്പ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രശ്നം എന്ന് വെച്ചാൽ 2 ഇമേജ് തന്നിട്ടുണ്ട്. 2 ഇമേജ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ട എവിടെ? ഈ 600x400 പിക്സൽ സൈസ് ക്യാൻവാസിലാണ്. അത് ചെയ്യാനായിട്ട് നമ്മൾ GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം നമ്മൾ ഓപ്പൺ ആക്കി. അവിടുന്ന് നമ്മൾ ഫയലിൽ പോയി. ഫയലിൻ്റെ അകത്ത് നമ്മൾ ഓപ്പൺ അടിച്ചതിനകത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഫോൾഡറിനകത്തുണ്ട് water.jpg കിടപ്പുണ്ട്, കണ്ടാമിനേറ്റഡ് water.jpg ഫോർമാറ്റ് കിടപ്പുണ്ട്. രണ്ടും നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്തു. ഓപ്പൺ കൊടുക്കുമ്പോൾ നമ്മുടെ GNU ഇമേജിനകത്തത് ഓപ്പൺ ആയി വരും. രണ്ടും ഓപ്പൺ ആയി കിടപ്പുണ്ട്. അവിടെ കിടക്കട്ടെ. നമ്മൾ ചെയ്യേണ്ട ഇതാണ്: നമ്മൾ ആദ്യം ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുക്കാനായിട്ട് 2 ഇമേജ് നമുക്ക് വേണമല്ലോ. ഒന്ന് ഇതാണ് നമ്മുടെ ഇമേജ്, രണ്ടാമത്തെ ഇമേജ് നമ്മുടെ ഇതാണ് ഇമേജ്. ഇത് രണ്ടും ഇപ്പോൾ ഒറിജിനൽ ഇമേജ് നമ്മളിപ്പോൾ എടുത്തിട്ടിരിക്കുന്നത്. ഒറിജിനൽ ഇമേജിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പോകണം ആദ്യം. അതിന് നമ്മൾ ഇമേജ് എടുത്തു, അവിടെ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, ഇതാണ് നമ്മുടെ ഒറിജിനൽ കോപ്പി. കണ്ടോ? രണ്ടാണ്. കണ്ടോ? രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് 2 കോപ്പിയാണ്. പക്ഷേ ഇത് ഒറിജിനലാണ്. ഈ കുറേ കിടക്കുന്ന ഒറിജിനലാണ്. ഈ മേളിൽ വന്നാണ് ഡ്യൂപ്ലിക്കേറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒറിജിനൽ കോപ്പിയാണ് ക്ലോസ് ചെയ്ത് വിട്ടു. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഉണ്ടല്ലോ ഇവിടെ. ഈ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ മിനിമൈസ് ചെയ്തു. നമ്മൾ രണ്ടാമത്തെ ഫോട്ടോ എടുത്തു. ഇവനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമല്ലോ. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഒറിജിനൽ ഇമേജ് നമ്മൾ ക്ലോസ് ചെയ്ത് വിട്ടു. ഇത് നമ്മൾ മിനിമൈസ് ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നാ? 600x400 ക്യാൻവാസ് സൈസ് നിർമ്മിക്കണമെന്ന്. ഇവിടെ ഫയലിൽ പോവുക. ഫയലിനകത്ത് ന്യൂ എടുക്കുക. ഈ ന്യൂവിൻ്റെ അകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. വിഡ്ത്ത് ഹൈറ്റ്. വിഡ്ത്ത് നമ്മൾ 600 കൊടുത്തു. ഹൈറ്റ് നമ്മൾ 400 കൊടുത്തു. അത് ഓക്കെ കൊടുത്തു. പുതിയ ക്യാൻവാസ് നമുക്ക് കിട്ടി. കണ്ടോ? ഇതാണ് നമ്മുടെ പുതിയ ക്യാൻവാസ്. ഇനി ഈ ക്യാൻവാസിലോട്ട് ആ 2 ഫോട്ടോ നമ്മൾ ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ആ ഫോട്ടോയിൽ പോവുക. ഇതാണ് നമ്മുടെ ഒരു ഫോട്ടോ. ഈ പുറകെ കിടക്കുന്നതാണ് 2 ഫോട്ടോ. ഈ 2 ഫോട്ടോ ഒരുമിച്ച് ഉണ്ട്. ഇതിപ്പോൾ രണ്ടായിട്ടല്ല കിടക്കുന്നത്. പിന്നെ ക്യാൻവാസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി. ഇത് 1000 × 276, ഇത് 225 225 കിടക്കുന്നത്.
നമുക്ക് വേണ്ടത് എത്രയില്ല 600 400 നമ്മളൊന്നും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ഈ 2 ഫോട്ടോ ആക്കണം. അതിന് നമ്മൾ ഈ ഒരു ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുന്ന നമ്മൾ എഡിറ്റിൻ്റെ അകത്തുനിന്ന് എന്ത് ചെയ്യണം, കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത അതിനെ കോപ്പി ചെയ്തതിന് നമ്മൾ നമ്മുടെ ആ ക്യാൻവാസിൽ പോവുക. നമ്മൾ 600x400 ക്യാൻവാസിൽ പോയി ഇവിടെ പോയി എഡിറ്റിൻ്റെ അകത്തുനിന്ന് പേസ്റ്റ് അസ് വേണം. പേസ്റ്റ് അല്ല ചെയ്യേണ്ടത്, പേസ്റ്റ് അസ് വേണം. പേസ്റ്റ് അസ് ന്യൂ ലെയർ വേണം ചെയ്യാൻ. ഉണ്ടോ? പേസ്റ്റ് അസ് ന്യൂ ലെയറിൽ ഇപ്പോൾ വന്നു. ഇനി ഇതിൻ്റെ സൈസ് ഒന്ന് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സൈസ് കുറയ്ക്കാനായിട്ട് നമ്മുടെ ടൂൾ ബോക്സ് ഇവിടെ കാണുന്നില്ല. ടൂൾ ബോക്സ് ആണെങ്കിൽ ടൂളിൽ പോവുക, ന്യൂ ടൂൾ ബോക്സ് എടുത്തിടുക. അപ്പോൾ ടൂൾ ബോക്സ് ഇവിടെ വന്നോളും. ടൂൾ ബോക്സ് വന്നു ഇവിടെ. ഇനി ഇതിനെ നമുക്ക് സൈസ് കുറയ്ക്കാനായിട്ടാണ്. നമ്മൾ സൈസ് കുറയ്ക്കാനായിട്ട് ഇവിടെ ഒരു സ്കെയിൽ ടൂൾ ഉണ്ടോ, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? സ്കെയിൽ ടൂൾ എന്ന് ടൂൾ ഉണ്ടോ? നമ്മളിവിടെ ഒരു ഇതിൻ്റെ ചിഹ്നം കാണിക്കുന്നു. ഒരു വലിയ റെക്റ്റാങ്കിളും ചെറിയ റെക്റ്റാങ്കിളിനകത്ത് ചെറിയ റെക്റ്റാങ്കിളിനകത്തുനിന്ന് വലിയ റെക്റ്റാങ്കിളോട്ടൊരു വരയാണ് കാണിക്കുന്നത്. അതാണ് അതിൻ്റെ ചിഹ്നം. അപ്പോൾ ആ ചിഹ്നം നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുക. ഇതിൻ്റെ സൈസ് നമ്മൾ കുറയ്ക്കണം. സൈസ് കുറയ്ക്കാനായിട്ട് കണ്ടോ, സൈസ് കുറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിട്ടാണ് കുറയ്ക്കുന്നത്. വിട്ട് കുറച്ചു, ഹൈറ്റ് കുറച്ചു. കണ്ടോ, ഹൈറ്റ് കുറയുന്നുണ്ടോ, ചെറുതാകുന്നുണ്ടോ, ഷോർട്ട് ആകുന്നുണ്ടോ? ഇവിടെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഷോർട്ടാക്കി നമ്മുടെ ക്യാൻവാസിനകത്ത് കയറുന്ന രീതിക്ക് നമ്മൾ ആക്കുവാണ്. ഇപ്പോൾ ക്യാൻവാസിനകത്ത് കയറാൻ സൈസാണ്. കണ്ടോ, ഈ ക്യാൻവാസിനകത്ത് ഇപ്പോൾ നിറഞ്ഞു നിൽക്കും. ഈ ഒറ്റ ഇമേജ് തന്നെ നിറഞ്ഞു നിൽക്കും. നമുക്ക് 2 എണ്ണം കയറ്റണം. നമ്മൾ ഇച്ചിരി കൂടി ഇതിനെ ചെറുതാക്കും. നമ്മൾ ചെറുതാക്കി വെക്കുകയാണ്. സ്കെയിൽ അടിച്ചു. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇമേജ്. അപ്പോൾ ആദ്യത്തെ ഇമേജ് നമ്മൾ 600x400 ക്യാൻവാസിനകത്ത് നമ്മൾ കയറ്റി നമ്മൾ സ്കെയിൽ അടിച്ച് വെച്ചു. ഇനി നമുക്ക് ഒരു ഇമേജ് കൂടി കയറ്റാനുണ്ട്. ഏത്? ഈ ഇമേജ് കൂടി കയറ്റാനുണ്ട്. ഇതിനെ നമ്മൾ അതേപടി എഡിറ്റിൻ്റെ അകത്തുനിന്ന് കോപ്പി ചെയ്തു. കോപ്പി ചെയ്തതിനെ നമ്മുടെ ആ ഇതിൻ്റെ ഇവിടെ പോയിട്ട് ഇവിടുന്ന് എഡിറ്റ് ചെയ്തു. എഡിറ്റിനകത്തുനിന്ന് വീണ്ടും പേസ്റ്റ് അസ് ചെയ്തു. പേസ്റ്റ് അസ് ന്യൂ ലെയർ ആണ് ചെയ്തത്. പേസ്റ്റ് അസ് ന്യൂ ലെയർ ചെയ്തു. കണ്ടോ, ഇപ്പോൾ ഇതിന് മേളിൽ ഓവർ റൈറ്റ് കിടക്കുന്നുണ്ടോ? നിങ്ങൾ പേസ്റ്റ് മാത്രം ചെയ്ത് ഇങ്ങനെ കിടക്കത്തുള്ളൂ. പിന്നെ ഇതിനെടുത്ത് മാറ്റാൻ പറ്റത്തില്ല. അതാണ് അതിന് പ്രശ്നം വരുന്നത്. കണ്ടോ, അതുകൊണ്ട് പേസ്റ്റ് അസ് ന്യൂ ലെയർ ചെയ്യാവുള്ളത്. അപ്പോൾ നമ്മൾ ബാറ്ററിയില്ലേ, കുത്താം. പേസ്റ്റ് അസ് ന്യൂ ലെയർ ചെയ്തു. നമ്മൾ ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ചു. മുമ്പത്തെ പോലെ തന്നെ നമ്മളിവിടെ കുറച്ചു. സൈസ് ഒന്ന് കുറയ്ക്കുകയാണ്. സൈസ് കുറച്ച് ഇവിടെ സ്കെയിൽ കൊടുത്തു. ഇനി ഇതിൻ്റെ മേളിൽ തന്നെയല്ല കിടക്കുന്നത്. ഇതിനെ മാറ്റാനായിട്ട് ഈ കുരിശാകൃതി ഉണ്ടോ, അതാണ് മൂവ് ടൂൾ. ഈ മൂവ് ടൂൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇതിനെ നമ്മളെടുത്ത് ഇപ്പുറത്തോട്ട് മാറ്റി. ഇതിൻ്റെ ഭംഗിക്കനുസരിച്ച് വെച്ചു. ഇതിൻ്റെ സൈസ് കൂട്ടണമെങ്കിൽ വീണ്ടും നമുക്ക് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. എങ്ങനെയെങ്കിലും വെക്കാം. നമ്മൾ 2 ഇമേജോടെ ഇപ്പോൾ 2 ഇമേജും ഒറ്റ ക്യാൻവാസിൻ്റെ അതേ കണ്ടോ, 2 ഇമേജും ഒരുമിച്ച് ഒരു ക്യാൻവാസിലായി. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്നാ, ഒരു ടെക്സ്റ്റ് കീ ആഡ് ചെയ്യണം. അതിന് നമ്മൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കീ എടുത്തു. ഈ താഴത്തെ നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ കൊണ്ട് ഡു യുവർ പാർട്ടിങ് സേവിങ് വാട്സിൽ നിന്ന് അടിക്കുക. ഡു യുവർ പാർട്ടിങ് സേവിങ് വാട്ടർ. ഓക്കെ. ഇതിന് സൈസ് കൂട്ടണമെങ്കിൽ ഇത് മൊത്തം സെലക്ട് ചെയ്യുക. ഇവിടെ 18 കിടക്കുന്നത്. ഈ 18നെ സൈസ് നമ്മൾ കൂട്ടുക. നിറം മാറ്റണമെങ്കിൽ ഈ ബ്ലാക്ക് ആണ് കിടക്കുന്നത്. നിറം മാറ്റി ഇടുക, ബ്ലൂ ആക്കുക, ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പരിപാടി. മനസ്സിലായോ? ഇനിയും പറയണോ ഒന്നുകൂടി? പറയണോ ഒന്നുകൂടി? ക്ലിയർ ആയോ? ഇനി ഇതിനെ നമ്മൾ PNG ഫോർമാറ്റിൽ കൊണ്ട് സേവ് ചെയ്താൽ മാത്രം മതി. പറയണോ ഒന്നുകൂടി? പറയണോ? ക്ലിയർ ആയോ? ക്ലിയർ. ഓക്കെ. ഇനി നമ്മൾ സേവ് ചെയ്യാനായിട്ട് ഫയലിൽ പോകുക. ഫയലിൽ നിന്ന് എക്സ്പോർട്ട് അസ് അടിക്കുക. എക്സ്പോർട്ട് അസ് നമ്മളിവിടെ PNG ഫോർമാറ്റിലാക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെ PNG ഫോർമാറ്റാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ PNG ആക്കുക. ഇവിടെ PNG .png എന്നൊരു ഓപ്ഷൻ കാണും. ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ PNG ആക്കുക. PNG ഇതേ കിടക്കുന്നു. PNG ഇമേജ് ഉണ്ടോ? PNG ഇമേജ് ആക്കി. അവിടുന്ന് നമുക്ക് ചോദിച്ചിരിക്കുന്ന നമ്മുടെ ഡെസ്ക്ടോപ്പിലല്ല, DLL പ്രോഡക്ട്സിനകത്തോണ്ട് സേവ് ചെയ്യണം. DLL പ്രോഡക്ട്സിനകത്ത് ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെ സേവ് ചെയ്തേക്കാം എളുപ്പത്തിന്. ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കണ്ട കേട്ടോ. ഇത് അൺടൈറ്റിൽ നടക്കുന്നത് മാറ്റം. നമ്മുടെ രജിസ്റ്റർ നമ്പർ കൊടുത്തു, നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു. ഇവിടെ നമ്മൾ ഡെസ്ക്ടോപ്പിൽ പോയി ടെസ്റ്റ് എക്സ്പോർട്ട് അടിച്ചു. പുതിയൊരു ടാബ് വരും. അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എക്സ്പോർട്ട് അടിക്കുക. അത് എക്സ്പോർട്ടായി. അത് ക്ലോസ് ചെയ്ത് വിടുക. നമുക്ക് നോക്കാം അത് വന്നോ നോക്കാനായിട്ട്. ഇതാണ് നമ്മൾ ചെയ്തോ. PNG ഫോർമാറ്റ് നമ്മൾ സേവ് ചെയ്ത ഫയൽ ഇതാണ് കണ്ടോ. നമ്മൾ ചെയ്ത പോസ്റ്റർ ഇതാണ് കണ്ടോ. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഇതൊരു പോസ്റ്റർ പോലെയൊക്കെ തോന്നുന്നുണ്ട് ഏകദേശം. ഇതിനെ നമുക്ക് കുറച്ചുകൂടി ഇരുന്ന് എഡിറ്റ് ചെയ്യും. ഈ ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ മാറ്റാം വേണമെങ്കിൽ. ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള നിറം വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇതൊന്ന് ചെരിച്ചും മറിച്ചൊക്കെ ഇടാം. പക്കാ പോസ്റ്ററായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം.
പക്ഷെ അതൊക്കെ ഇച്ചിരി പാടാ ചെയ്യാൻ. 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് 30 ഡിഗ്രി ആയിട്ട് ഇട്ടു. ഇച്ചിരി ചടങ്ങാണ്. വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, സമയമുണ്ടെങ്കിൽ ഇത് ചെയ്തു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിറം മാറ്റാം. ബക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ നിറമൊക്കെ നമുക്ക് വേണം മാറ്റാം. ഒരുമാതിരി ഒരു ലൈറ്റ് നീല നിറമൊക്കെ ആക്കി കൊടുത്താൽ ഇച്ചിരി ഭംഗിയായിരിക്കും. പക്ഷെ അങ്ങനെ ഇപ്പോൾ ചെയ്യേണ്ട, ഒരു പറഞ്ഞ അനുസരിച്ച് ഇത്രയൊക്കെ ചെയ്താൽ മതി. നമുക്ക് സമയമില്ലല്ലോ, അപ്പോൾ അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായത്? 2 മനസ്സിലായോ? 2 അല്ല 4 ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തു. ക്ലിയർ ആയോ എല്ലാം? ഒന്നുകൂടി പറയണേ, ഏതായാലും പറയണോ? നമ്മൾ സേവ് ചെയ്ത ഫയലല്ല ഇത്. പറയണോ? അടുത്തതിലോട്ട് പോവാം. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ അടുത്ത് ഇനി എന്നെ നോക്കണ്ടേ? അടുത്തത് നമുക്കിനി എന്നാ പഠിക്കാനുള്ളത്? ജിംബ് കഴിഞ്ഞു. ഇതെല്ലാം ഡിസ്കാർഡ് കഴിഞ്ഞ് സരിച്ച് കിട്ടാൽ മതി കേട്ടോ, നിങ്ങൾക്ക് വരുവാണെങ്കിൽ. ഓക്കെ എല്ലാം GNU വേണ്ട, എല്ലാം പോട്ടെ. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത്, നമുക്ക് മാർബിൾ നോക്കാം. മാർബിൾ ഒരാപ്പൊടി നമുക്ക് നോക്കാം. മാർബിൾ നമ്മൾ നോക്കുന്നത്. മാർബിൾ നമുക്ക് നോക്കാം. മാർബിളിൻ്റെ ക്വസ്റ്റ്യൻ ഇല്ലെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് അയക്കാം. വെയിറ്റ് ചെയ്യണേ. ഇതാണ് മാർബിളിൻ്റെ ചോദ്യം. ഡൗൺലോഡ് ആവട്ടെ. ജിംബ് വളരെ എളുപ്പമാണ് ചെയ്യാൻ. ജസ്റ്റ് ആ കീസൊക്കെ നിറഞ്ഞു വെക്കാമെങ്കിൽ പടപടയും ചെയ്ത് മാറും. ഓക്കെ, നമ്മളിനി അടുത്ത് ചെയ്യുന്നത് മാർബിളാണ്. മാർബിളിന് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യന് ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. കാണാൻ പറ്റുന്നുണ്ടോ? മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് ഇന്ത്യയുടെ ഭാഗം സൂം ചെയ്ത് പ്രദർശിപ്പിക്കുക. കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, ഡൽഹി നഗരങ്ങൾ കണ്ടെത്തുക. ആഡ് മെഷർ പോയിന്റ് സംവിധാനം ഉപയോഗിച്ച് ഓരോ നഗരത്തിൽ നിന്നും ഡൽഹിയിലേക്ക് റൂട്ട് മാപ്പ് വരച്ച് ഡൽഹിയിലേക്കുള്ള ദൂരം കണ്ടുപിടിച്ച് ഹോം ഫോൾഡറിലെ DLL ഡോക്യുമെന്റ്സിൽ നൽകിയിട്ടുള്ള മാർബിൾ 6.odt എന്ന ഫയൽ തുറന്ന് പട്ടിക പൂർത്തിയാക്കി ഹോം ഫോൾഡറിലെ DLL പ്രോജക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി സേവ് ചെയ്യുക. കഴിഞ്ഞില്ല, ഇനിയുണ്ടോ? റൂട്ട് മാപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് ഹോം ഫോൾഡറിലെ DLL പ്രോജക്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ, ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. കുറേ ഉണ്ട്, നമുക്ക് പതുക്കെ ഓരോന്നോരോന്നും ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ പഠിക്കാം. മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കണം. ആദ്യം ചെയ്യണ്ടോ? മാർബിൾ സോഫ്റ്റ്വെയർ തുറന്ന് ഇന്ത്യയുടെ ഭാഗം സൂം ചെയ്യുക. നമ്മളപ്പോൾ ആദ്യം ചെയ്യേണ്ട പ്ലേസ് കൊച്ചി, കണ്ണൂർ, തിരുവനന്തപുരം, കേരളം മാത്രം സൂം ചെയ്താൽ മതി. അപ്പം മാർബിൾ സോഫ്റ്റ്വെയർ നമുക്ക് ആദ്യം തുറക്കാം. ഞാൻ തുടങ്ങാം. ഓക്കെ, മാർബിൾ സോഫ്റ്റ്വെയർ തുറക്കാനായിട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് എഡ്യൂക്കേഷൻ്റെ അകത്തുനിന്ന് കണ്ടു മാർബിൾ കണ്ടോ? ഇതാണ് മാർബിൾ. ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, മാർബിൾ. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന കമ്പ്യൂട്ടറിനകത്ത് ചിലപ്പോൾ മാർബിൾ കാണത്തില്ല, ഇൻസ്റ്റാൾ ആയിരിക്കത്തില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങളുടെ ലാപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. നിങ്ങൾ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് കൊടുക്കാമെന്ന് പറയും, അത് ചെയ്യേണ്ടതാണ്. സ്ക്രീനും എന്തോ പറഞ്ഞു, ഒരു മിനിറ്റ്. അപ്പം നിങ്ങളുടെ ലാപ്പിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മാർബിൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ആപ്ലിക്കേഷനിൽ പോയിട്ട് നിങ്ങൾ നേരെ ഈ
ആക്സസറീസിൽ പോയല്ലോ. ആക്സസറീസിൽ പോയാൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. നിങ്ങളിപ്പം വീട്ടിൽ ചെയ്യുവാണെങ്കിൽ ചില കമ്പ്യൂട്ടറിലൊന്നും മാർബിൾ ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഈ ടെർമിനൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ടെർമിനൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം കോഡായിരിക്കും ഓപ്പൺ ആയി വരുന്നത്. ഈ പ്രോഗ്രാം കോഡിനകത്ത് ജസ്റ്റ് നിങ്ങൾ മാർബിൾ എന്ന് അടിച്ചാൽ മതി. ജസ്റ്റ് മാർബിൾ എന്ന് അടിച്ചൊന്ന് ജസ്റ്റ് എൻ്റർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ മാർബിൾ ഓപ്പൺ ആയി വരും നിങ്ങളുടെ ഇതിനകത്ത്. പിന്നെ ഓൾറെഡി മാർബിൾ ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് വരാത്തത്. നിങ്ങളിങ്ങനെ കമാൻഡ് കൊടുത്ത് വിട്ടാൽ ഇപ്പോൾ മാർബിൾ ലോഡാകുന്നുണ്ട്. മാർബിൾ ലോഡ് കണ്ടോ, മാർബിൾ ഇപ്പം ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമുക്ക് നെറ്റിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ് ഈ മാർബിൾ. കണ്ടോ, ഇല്ല എന്നുണ്ടെങ്കിൽ ആരും പറഞ്ഞത്, ഉണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഡയറക്റ്റ് അത് കേട്ടത് പ്രോഗ്രാം ചെയ്യുന്നതാണ് കമ്പ്യൂട്ടറിനകത്ത്. അതിൻ്റെ ഒരു ടെർമിനൽ എടുത്ത് ഇപ്പോൾ വീട്ടിൽ ചെയ്ത് നോക്കുന്നവർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ മാർബിൾ എടുത്തിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങൾ കൊച്ചി, തിരുവനന്തപുരം, കണ്ണൂർ അതൊക്കെ അടയാളപ്പെടുത്താനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇന്ത്യ എടുക്കാം. ഇന്ത്യ ഇവിടെ ഉള്ളത് തലയിഴിഞ്ഞു പോയി. ഇന്ത്യ എടുക്കുക. ഇന്ത്യ എടുക്കാനായിട്ട് നമ്മൾ ഇതിനെ നേരെ ഒന്ന് പ്ലേസ് ചെയ്യുക, പിന്നെ സൂം ചെയ്യുക. ഇതാണ് നമ്മുടെ ഇന്ത്യ അല്ലേ, ഇതല്ലേ നമ്മുടെ ഇന്ത്യ. ഇന്ത്യക്കകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നാ, ഈ നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്നുള്ള എന്ത് കണ്ടുപിടിക്കണം, ഡൽഹിയിലോട്ടുള്ള ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ പാടൊന്നുമില്ല, ഇത് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഒന്നേ കണ്ടുപിടിക്കാം. തിരുവനന്തപുരത്തെ കൊണ്ട് ഇതുണ്ട്, ഇതാണ് തിരുവനന്തപുരം. കാണാൻ പറ്റുന്നുണ്ടോ? തിരുവനന്തപുരം ഉണ്ടോ? ഇത്ര സൂമാകത്തുള്ളൂ കേട്ടോ, ഇത് കൂടുതലാകത്തില്ല. കാണാവോ തിരുവനന്തപുരം? കാണാവോ തിരുവനന്തപുരത്തെ? കാണാവോ? മിണ്ടുന്നില്ല ആരും. ഓക്കെ, ഞാൻ തുടങ്ങാം. അപ്പം ഇതാണ് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ കൊണ്ടുവെക്കുക. തിരുവനന്തപുരത്ത് നമ്മൾ കാണാം, ഇത് കണ്ടോ, മൗസ് ചുമ്മാ ഇതിലെ നടക്കുമ്പം ഈ മൗസിന് ചേഞ്ച് ഒന്നും കാണത്തില്ല. കണ്ടോ, ഒരു കൈപ്പത്തി പോലെ വലിച്ചു പറിക്കുന്ന ഒരു കൈയായിരിക്കും കാണുന്നത്. പക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവെക്കുക, നമ്മുടെ അത് ഒരു വിരലായിട്ട് മാത്രം മാറും. കണ്ടോ, വിരലായിട്ട് മാത്രം ഫോക്കസ് ആവും, എങ്കിൽ മാത്രമേ അത് ഫോക്കസ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുപോകുക. തിരുവനന്തപുരത്ത് നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ആഡ് എ മെഷർ പോയിന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ടോ. ആഡ് എ മെഷർ പോയിന്റ്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു മെഷർ പോയിന്റ് ആണ്. നമ്മൾ ചോദിച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ഡൽഹിയിലോട്ടുള്ള ദൂരം. അപ്പം ഡൽഹി നമ്മൾ തപ്പിയെടുക്കണം ഇവിടുന്ന്. ഡൽഹി എന്തിയാ? ഡൽഹി മുകളിലുണ്ടല്ലോ, അതേ കിടക്കണം. ഡൽഹി പോയാ ഇല്ല, ഇവിടെ ഉണ്ട്. നമ്മുടെ ഡൽഹി കണ്ടോ, ഈ ഒളിഞ്ഞു കിടക്കുന്നതിനാണ് ഡൽഹി. കണ്ടോ, ഡൽഹിയെ കൊണ്ട് നമ്മൾ വെച്ചു. ഇതാണ് ഡൽഹി. ഇപ്പം ഡൽഹിയെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ തന്നെ എടുക്കണം, റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഡൽഹിയെ കൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഒരു മെഷർ പോയിന്റ് ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. കണ്ടോ, ഇപ്പോൾ ഇവിടെ നിങ്ങോട്ട് ഒരു ദൂരം വന്ന് കിടക്കുന്നുണ്ടോ? മാറിയിരിക്കേ. കണ്ടോ, ഒരു ചുമൽ ലൈൻ വന്നുണ്ടോ? ഇതാണ് നമ്മുടെ അങ്ങോട്ടുള്ള ദൂരം. ഈ ദൂരം എത്രയാണെന്ന് സൂം ചെയ്ത് നോക്കണം. കണ്ടോ, 2244.9 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിക്ക് നേരെ പോവുകയാണെങ്കിൽ, വളഞ്ഞു പോവുകയാണെങ്കിൽ ഇത് കൂടുതൽ കൂടും. കണ്ടോ, ഇത് നേരെയാണ് പോകുന്നത്. അത് എയർപ്ലെയിനൊക്കെ പറ്റി ഇങ്ങനെ പോകാൻ നമുക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇത് ആകാശ ദൂരം ഇത് കാണുന്നത്, അല്ലാതെ വഴി ദൂരമല്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ആകാശ ദൂരമാണ് ഇത് കാണുന്നത്. അതായത് ഒരു സ്ഥലത്തു നിന്ന് ഷോർട്ടർ ഡിസ്റ്റൻസ് പോകുന്ന ആകാശ ദൂരം. അപ്പം ആ നേരെ തന്നെ പോകുന്നുണ്ടോ ഇവിടുന്ന്? നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ നേരെ പോയാൽ ഇത്ര കിലോമീറ്ററാണ്, 2244 കിലോമീറ്റർ. അപ്പോൾ നമ്മൾ ഈ ദൂരം കണ്ടുപിടിച്ചു. ഇനി ഇത് കുറേയൊക്കെ ചെയ്യാൻ പറഞ്ഞായിരുന്നില്ലേ, എന്നാ നോക്കിയാൽ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് എല്ലാം കണ്ടുപിടിക്കുക, കാര്യങ്ങൾ കണ്ടെത്തുക. ഓക്കെ, ആഡ് മെഷർ പോയിന്റ് സംവിധാനം ഉപയോഗിച്ച് ഓരോ സ്ഥലത്തും ഡിസൈഡ്. അപ്പോൾ ഇപ്പോൾ കണ്ടുപിടിച്ചത് തിരുവനന്തപുരത്ത് നമ്മൾ ഡൽഹിയിലോട്ടുള്ള ദൂരം നമ്മൾ കണ്ടുപിടിച്ചു. എന്നാ ചെയ്തത്? തിരുവനന്തപുരത്ത് പോയി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, അവിടുന്ന് ഒരു ആഡ് മെഷർ പോയിന്റ് അടിച്ചു. നമ്മൾ ഡൽഹിയിലോട്ടുള്ള ദൂരം കണ്ടുപിടിക്കേണ്ട. അപ്പം ഡൽഹി പോയി തപ്പിയെടുത്തു. അവിടുന്ന് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു, ആഡ് മെഷർ അനന്തർ മെഷർ പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടുന്ന് അങ്ങോട്ടുള്ള ദൂരം വന്നു. ആ ദൂരം നമ്മൾ സൂം ചെയ്ത് നമുക്ക് കിട്ടി 2249.6 കിലോമീറ്റർ കിട്ടി. അപ്പോൾ നമ്മൾ കണ്ടു വെച്ചേക്കുവാണ്. ഇപ്പോൾ നമ്മൾ ദൂരം കണ്ടുപിടിച്ച് ഹോം ഫോൾഡറിലെ ഡീലർ ഡോക്യുമെന്റ്സ് മാർബിൾ 6.odt. ഇനി അവിടെയും പോയി ചെയ്യണോ? നമുക്ക് ഓപ്പൺ ആക്കി എടുക്കാം. മാർബിൾ 6.odt അവർ തന്നിട്ടുണ്ട് ഒരു പട്ടിക. ആ പട്ടികയ്ക്കകത്ത് നമ്മൾ ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കയറ്റണം. നമുക്ക് കയറ്റാം മാർബിൾ 6.odt. ഇത് മറക്കണ്ട. എത്രയാണ്? 2249.9. ഓക്കെ, നമ്മൾ ഹോമിലെ ഡീലർ ഡോക്യുമെന്റ്സിനകത്ത് മാർബിൾ 6.odt ഇതാണ് കാണും. മാർബിൾ 6.odt നമ്മൾ ഓപ്പൺ ആക്കി. അതിൻ്റെ അത് കാണും, ഒരു ഫോൾഡർ ആയിരിക്കും അവർ വന്നിരിക്കുന്നത്. 2249 അടിക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ദൂരം അത് കണ്ടോ. കൊച്ചി ടു ഡൽഹി ഉണ്ട്, കണ്ണൂർ ടു ഡൽഹി ഉണ്ട്, തിരുവനന്തപുരം ടു ഡൽഹി ഉണ്ട്, കോഴിക്കോട് ടു ഡൽഹി ഉണ്ട്. ഇൻ ഷോർട്ട് ഡിസ്റ്റൻസ്, അതായത് ഇത് മൊത്തത്തിൽ നിന്ന് ചെറുതായിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യാം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതാ തിരുവനന്തപുരം ടു ഡൽഹി നമ്മൾ കണ്ടുപിടിച്ചത്. തിരുവനന്തപുരം ടു ഡൽഹി കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? 2000. ഈ സ്പേസ് ബട്ടൺ അങ്ങ് കളയണം. ഇവിടെ നമ്മൾ അടിക്കണം 2249.7 കിലോമീറ്റർ. 7 കിലോമീറ്റർ. ഓക്കെ, അതടിച്ചു. അല്ലെങ്കിൽ നമ്മൾ ഓരോ കണ്ടുപിടിക്കണം. ഇനി അതിന് എന്നാ ചെയ്യണ്ടേ?
അത് നമ്മൾ അടിച്ചു, ഒരെണ്ണം കണ്ടുപിടിച്ചു നമ്മൾ. നിങ്ങളുടെ റൂട്ട് മാപ്പ് സ്ക്രീൻഷോട്ട് എടുത്ത് ഫോൾഡർ സേവ് ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന് ഓരോ സ്ക്രീൻഷോട്ട് പോകണം. അപ്പോൾ ഇതാണ് നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചത് അല്ലേ. ഇനി സ്ക്രീൻഷോട്ട് എടുക്കാൻ എന്നാ ചെയ്യേണ്ടത്? പ്രിന്റ് സ്ക്രീൻ ജസ്റ്റ് ഞെക്കിയാൽ മതി. നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഇതിന് എഫക്റ്റിന് പറഞ്ഞായിരുന്നു ഈ നമ്മുടെ ഇത് കണ്ടുപിടിക്കാനായിട്ട്. ഒരു സയൻസിലൊരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്തിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചില്ലേ, നമ്മൾ ചെയ്തതന്നെ. പ്രിന്റ് സ്ക്രീൻ ജസ്റ്റ് പ്രസ് ചെയ്യും. ഇവിടെ പ്രിന്റ് സ്ക്രീൻ നിന്ന് പ്രസ് ചെയ്ത് വിടുക. പ്രിന്റ് സ്ക്രീൻ പ്രസ് ചെയ്യുമ്പം ഇന്ത്യ കറങ്ങി കളിക്കല്ലേ. ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച ദൂരം. ഇതിൻ്റെ നമ്മൾ പ്രിന്റ് സ്ക്രീൻ പ്രസ് ചെയ്ത് വിടുക. പ്രിന്റ് സ്ക്രീൻ ഒന്ന് ഫോട്ടോ എടുത്ത പോലെ ഒന്ന് മങ്ങിയിട്ട് വെളുത്തുണ്ടോ. അപ്പോൾ അത് സെലക്റ്റായി. ഇനി അത് പോട്ടെ. ഞാൻ മെഷർ പോയിന്റ് നമുക്ക് അവിടെ നിന്ന് കളയാം. അടുത്ത മെഷർ പോയിന്റ് കണ്ടുപിടിക്കുക. അടുത്ത എവിടെ നിന്നാണ്? ഡൽഹിയിൽ നിന്ന് കണ്ണൂരിലോട്ട് ചോദിച്ചിട്ടുണ്ട് അല്ലേ. റിമൂവ് മെഷർ പോയിന്റ് അടിക്കുക. അപ്പോൾ അത് രണ്ടും പോയി. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്നാ? കണ്ണൂർ കണ്ടുപിടിക്കുക. കണ്ണൂർ ഇവിടെ നമ്മൾ തപ്പിയെടുക്കുക. നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ണൂർ തപ്പുക. ഇവിടെ കാലിക്കട്ടും ചോദിച്ചിട്ടില്ലേ? കാലിക്കട്ടുണ്ട്. അപ്പോൾ കാലിക്കട്ട് കിട്ടുന്ന കണ്ടുപിടിക്കാം. കുറേ എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ ഈ കാലിക്കട്ടിൽ പോവുക. കാലിക്കട്ടിൽ നിന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ആഡ് മെഷർ പോയിന്റ് ഉണ്ട്. അവിടെ ആഡ് മെഷർ പോയിന്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എവിടെ പോകേണ്ടത്? ഡൽഹിയിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഡൽഹിയിലോട്ട് വീണ്ടും പോവുക. ഡൽഹിയിലോട്ട് പോവുക. ഡൽഹി പോയോ? ഇല്ല, അതേ കിടക്കും ഡൽഹി. ഡൽഹി പോവുക. ഡൽഹി നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് വീണ്ടും ഒരു മെഷർ പോയിന്റ് ആഡ് ചെയ്യുക. അപ്പം എവിടെ നിന്ന് എങ്ങോട്ടുള്ള ദൂരം കിട്ടും? കാലിക്കട്ടിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ദൂരം കിട്ടും. അതിപ്പോൾ എത്ര കിലോമീറ്ററാണ് നോക്കിയേ? 1941.2 കിലോമീറ്റർ. അത് നമ്മൾ എവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യണം? മറ്റേ സ്ഥലത്ത് കൊണ്ട് ടൈപ്പ് ചെയ്യണം. നമുക്ക് എടുക്കാം. കോഴിക്കോട് ടു ഡൽഹി എത്രയാണ്? 1000 ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് നോക്കണം. 1948. പിന്നെ 5 ഓക്കെ, അതും അടിച്ചു നമ്മൾ. ഇനി അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കണം. ജസ്റ്റ് ഇതിനെ ഒന്ന് ഇച്ചിരി സൂം ഔട്ട് ചെയ്യുക. ജസ്റ്റ് പ്രിന്റ് സ്ക്രീൻ ഞെക്കുക. വീണ്ടും ഒരു പ്രിന്റ് സ്ക്രീൻ ഞെക്കി ഉണ്ടാവും. അതും സ്ക്രീൻഷോട്ടായിട്ട് സേവ് ആയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നെ എടുത്ത് നമുക്ക് ഒരുമിച്ച് അറേഞ്ച് ചെയ്യാം. ഇനി അടുത്ത ഏത് ദൂരം കണ്ടുപിടിക്കണ്ടേ? അടുത്തത് കോഴിക്കോട് ഡൽഹിയും തമ്മിലുള്ള ദൂരം. ഓക്കെ, കോഴിക്കോട് ഡൽഹി കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഈ മെഷർ പോയിന്റ് ഇവിടുന്ന് കളയണം. ഇനി കോഴിക്കോട് നിന്ന് ഡൽഹി റിമൂവ് മെഷർ പോയിന്റ് അടിച്ചാൽ മതി, പൊക്കോളും. ഇനി കോഴിക്കോട് കണ്ടുപിടിക്കുക. ഇവിടുന്ന് കോഴിക്കോട് ഡൽഹി അല്ലേ ഇപ്പോൾ കണ്ടുപിടിക്കുക? കോഴിക്കോട് ഡൽഹി കണ്ടുപിടിച്ചു. ഇനി കണ്ണൂർ ഡൽഹി കണ്ടുപിടിക്കണം. കൊച്ചി ഡൽഹിയും കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ണൂർ ഡൽഹി തപ്പണം. കണ്ണൂർ ഇവിടെ നമ്മൾ കണ്ണൂർ തപ്പണം. കണ്ണൂർ തപ്പിയെടുക്കുക. കണ്ണൂർ, കാലിക്കട്ട്, തൃശ്ശൂർ, കുന്നംകുളം ഉണ്ട്. കണ്ണൂരിനെ കാണുന്നില്ല. കണ്ണൂർ, സൂം ചെയ്ത് അങ്ങോട്ട് കണ്ടുപിടിക്കണം കേട്ടോ. ഇവിടെ സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ ജില്ലെന്ന് തോന്നുന്നതായിരിക്കും വരാത്തത്. അല്ലെങ്കിൽ വരണ്ട സെർച്ച് ചെയ്യുമ്പോൾ. കണ്ണൂർ പോട്ടെ. കണ്ണൂർ അടുത്തുള്ള ഏത് സ്ഥലം നമുക്ക് എടുക്കാം. അടുത്തത് കൊച്ചി കണ്ടുപിടിക്കണം. കൊച്ചിയിലോട്ട് പോട്ടെ. കൊച്ചി കിടക്കുക. കൊച്ചി കേട്ടോ. കൊച്ചി എടുക്കുക. കൊച്ചിയിൽ നിന്ന് തന്നെ എടുക്കണം. ആഡ് മെഷർ പോയിന്റ് അടിക്കുക. അടിച്ചു. കൊച്ചിയിൽ നിന്ന് ഒരു ആഡ് മെഷർ പോയിന്റ് എടുക്കുക. എങ്ങോട്ടുള്ള ദൂരം? ഇവിടുന്ന് എങ്ങോട്ടുള്ള ദൂരം വേണ്ട? ഡൽഹിയിലോട്ട്. ഡൽഹി എടുക്കുക. ഡൽഹി ഇവിടുന്ന് തപ്പിയെടുക്കുക. ഡൽഹി ഇവിടെ കിടപ്പുണ്ട്. ഇവിടുന്ന് ആഡ് മെഷർ പോയിന്റ് അടിക്കുക. അപ്പം നമുക്ക് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ദൂരം കിട്ടി. 2062 കിലോമീറ്റർ. 2062. അത് ഇവിടെ പോയി ടൈപ്പ് ചെയ്യുക. കൊച്ചി ടു ഡൽഹി ഇവിടെ ഉണ്ട്. 2062 കിലോമീറ്റർ. അതിന് തന്നെ എടുക്കണം. സ്ക്രീൻഷോട്ട് എടുക്കണം. ഇതിനെ സൂം ഔട്ട് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുക. ചടങ്ങാണല്ലോ. സ്ക്രീൻഷോട്ട് പ്രസ് ചെയ്തു. അതും സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ണൂരാണ്. കണ്ണൂരിനത് കാണുന്നില്ല. കണ്ണൂരിലുള്ള ഏത് സ്ഥലം എടുക്കുക. പോട്ടെ. റിമൂവ് മെഷർ പോയിന്റ് അടിക്കുക. ഇവിടുന്ന് കണ്ണൂർ എടുക്കുക. കണ്ണൂർ തപ്പി എടുക്കുക.
പോയല്ലോ. ഇവിടെ ഒരെണ്ണം പൊന്നാനി അടുത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്. പൊന്നാനി നോക്കുക, കണ്ണൂരിവിടെ ജസ്റ്റ് കാണുന്നില്ല, കുന്നംകുളമൊക്കെ കാണുന്നുണ്ട്. കണ്ണൂരുണ്ടോ? ഇവിടെ നോക്കിയേക്കല്ലേ, കണ്ണൂരിൻ്റെ അകത്തില്ല. അവിടെ നമുക്ക് ഏതെങ്കിലും സ്ഥലം എടുക്കാം. പൊന്നാനിന്ന് എടുക്കാം, ഇരിക്കട്ടെ. മെഷർ പോയിന്റ് എടുത്തു. ഇവിടെ നമുക്ക് ഡൽഹിയിലോട്ട് അടിച്ചു. ഡൽഹിയിലോട്ട് അടിച്ചു. അവിടെ അനന്തർ മെഷർ പോയിന്റ് അടിച്ചു. അതാണ് മെഷർ പോയിന്റ് ഉണ്ടോ. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ദൂരം വന്നു. നമ്മൾ സൂം ചെയ്ത് നോക്കുക, ദൂരം എത്രയും നോക്കുക. ദൂരം ഇല്ലേ, അതേ എടുക്കുന്നു. 1995 കിലോമീറ്റർ. അത് ഇവിടെ കൊണ്ട് അടിച്ചു നോക്കുക. 1995 കിലോമീറ്റർ. 1995 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ദൂരം ഏതാ? 1995 ആണോ 1948 ആണോ? 1948 അല്ലേ. അപ്പോൾ ഷോർട്ടർ ഡിസ്റ്റൻസ് ഏതാ? 1948 കഴിഞ്ഞു. 1948. അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് സേവ് ആക്കണം. ഇത് സേവ് ആക്കാനായിട്ട് ഇത് ഫയലിൽ പോവുക. ഇവിടുന്ന് സേവ് അസ് കൊടുക്കുക, അല്ലെ എക്സ്പോർട്ടോ എന്തെങ്കിലും കൊടുക്കുക. ഇങ്ങോട്ട് സേവ് ആക്കണ്ട, നമ്മൾ DLL പ്രോഡക്ട്സിലോട്ട് ആക്കുക. DLL പ്രോഡക്ട്സിലോട്ട് ആക്കുക. നമ്മുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. സേവ് ആക്കുക. ഇനി നമ്മൾ കുറേ എണ്ണം സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടില്ലേ, അതെല്ലാം സേവ് ആക്കാനില്ലേ. അത് സേവ് ആക്കാനായിട്ട് ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ട്, ലാസ്റ്റ് വണ്ണിൻ്റെ. ആ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് വീണ്ടും പോയി പ്രിന്റ് സ്ക്രീൻ എടുക്കുക. അത് സ്ക്രീൻഷോട്ടായി. ഈ കണ്ട സ്ക്രീൻഷോട്ടല്ല എവിടെ കാണും? പിക്ചേഴ്സിൽ കാണും. അത് പോയി തപ്പണം. അത്രയും ചെയ്താൽ പോരെ? ഭാഗ്യം. അത്രയും ചെയ്താൽ മതി. വീണ്ടും എവിടെ പോകണം? പിക്ചേഴ്സിൽ പോകണം. 4-5 കാര്യം കൂടി നമുക്ക് സേവ് ആക്കാനായിട്ടുണ്ട്. ഇവിടെ നേരെ പിക്ചേഴ്സിൽ പോയി ഇവിടെ കാണും കുറേ എണ്ണം സ്ക്രീൻഷോട്ട്. കണ്ടോ, കുറേ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്ത സ്ക്രീൻഷോട്ടാണ്. ഈ സ്ക്രീൻഷോട്ടെല്ലാം നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ കട്ട് ചെയ്തു. കട്ട് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുപോകണം, DLL പ്രോഡക്ട്സിൽ കൊണ്ടുപോകണം. DLL പ്രോഡക്ട്സിലോട്ട് പോവുകയാണ്. DLL പ്രോഡക്ട്സിലോട്ട് പോയി അവിടെ നമ്മൾ പേസ്റ്റ് ചെയ്തു. കണ്ടോ, ഇപ്പോൾ അതിൽ അവിടെ വന്നു. ഇനി എല്ലാം റീനെയിം കൊടുക്കണം. നമ്മുടെ രജിസ്റ്റർ നമ്പർ ആക്കാനല്ലേ പറഞ്ഞത്. എല്ലാത്തിനും നമ്മുടെ രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറും കൊടുക്കണം. രജിസ്റ്റർ നമ്പർ കൊടുത്തു, ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തു, റീനെയിം കൊടുത്തു. ഓരോന്നോരോന്ന് വെച്ചാൽ അങ്ങനെ മാറും. ഇതും റീനെയിം കൊടുക്കണം. റീനെയിം കൊടുക്കണം, രജിസ്റ്റർ നമ്പറും ക്വസ്റ്റ്യൻ നമ്പറുമായിട്ട്. അതങ്ങനെ സേവ് ആവും. ഇനി ഇതിനെ മാറ്റണം. റീനെയിം ഒരു പേര് ഞാൻ കൊടുത്താൽ ചുമ്മാ കേട്ടോ. ഇത് റീനെയിം കൊടുക്കണം. വാട്ടവർ റീനെയിം. ഇപ്പോൾ സേവായി. ഇത്രയാണ് നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറഞ്ഞത്. എന്നാ പറഞ്ഞത്? കേരളത്തിലെ പ്രധാന സ്ഥലങ്ങൾ കണ്ടെത്തി ആ സ്ഥലങ്ങളിൽ നിന്ന് ഡൽഹിയിലോട്ടുള്ള ദൂരം കണ്ടുപിടിച്ച് ഒരു ടേബിൾ തന്നായിരുന്നു. ആ ടേബിൾ ഫില്ല് ചെയ്യണം. പിന്നെ എന്നാ ചെയ്യേണ്ടത്? ഈ ഒരു ടേബിളും ഫില്ല് ചെയ്യണമായിരുന്നു. പിന്നെ അതിൻ്റെ എല്ലാം കണ്ടുപിടിച്ചതിൻ്റെ എല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് അത് സേവ് ചെയ്യണമായിരുന്നു. 2 കാര്യമായിരുന്നു സേവ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 2 ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? മാർബിൾ ചെയ്യേണ്ടത് എളുപ്പമല്ലേ? തപ്പിയെടുത്ത് ഇതുപോലെ കുത്തിയിരുന്ന് തപ്പണം. അതാണ് പ്രശ്നം. അതേ ഉള്ളൂ പ്രശ്നം മാർബിളിൻ്റെ അകത്ത്. കിട്ടിയോ? ആ ക്വസ്റ്റ്യൻ കിട്ടിയോ? ഒന്നുകൂടി പറയണോ ക്വസ്റ്റ്യൻ? പോയോ? ആരും മിണ്ടുന്നില്ലേ? ഹലോ, ഒന്നുകൂടി പറയണോ? മനസ്സിലായി. മാർബിൾ എടുക്കുക. മാർബിൾ എടുത്ത് നമ്മൾ എങ്ങോട്ടാണ് സ്ഥലം ചോദിക്കുന്നത് അവിടെ കൊണ്ടൊരു റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു മെഷർ പോയിന്റ് കൊടുക്കുക. ആ മെഷർ പോയിന്റ് അടിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലം എവിടെയാണ് അവിടെ വേണ്ടത് അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്ത് വീണ്ടും ഒരു മെഷർ പോയിന്റ് കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് മെഷർ ആവും. ഞാൻ പറഞ്ഞത് അത് ഡിസ്റ്റൻസ് നമ്മൾ അളന്ന് കഴിഞ്ഞിട്ട് അതിനെ അങ്ങ് കളയണമെന്ന്. കളഞ്ഞില്ലുള്ള പ്രശ്നം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇതേപടി കിടക്കുക. കണ്ടോ, ഇതേപടി നമ്മൾ കിടക്കുക. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ ചോദിച്ചു തിരുവനന്തപുരത്ത് നിന്ന് അങ്ങോട്ടുള്ള ദൂരം ഞാൻ കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. കണ്ടോണേ, ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് പോയി വീണ്ടും ഒരു മെഷർ പോയിന്റ് അടിച്ചാൽ മൊത്തത്തിൽ പട്ടാവും. കണ്ടോ, കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ അങ്ങോട്ടുള്ള ദൂരമാണ് ആർക്കൊന്നും മനസ്സിലാകത്തില്ല. അതാ പറഞ്ഞത്, ഓരോ മെഷർ പോയിന്റ് കളഞ്ഞിട്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പിന്നെ ഇവിടുന്ന് കാലിക്കട്ടിൽ നിന്ന് ചോദിച്ചു. നമ്മൾ വീണ്ടും അവിടെ പോയി ഒരു മെഷർ പോയിന്റ് കൊടുത്താൽ കണ്ടോണം സംഭവിക്കുന്നുണ്ടോണേ. ഇത് മൊത്തം അങ്ങോട്ട് കണ്ടെല്ലാം വരയായിപ്പോൾ. കണ്ടോ, ഇപ്പം തിരുവനന്തപുരത്ത് ഇങ്ങോട്ടുള്ള ദൂരം വന്നിരിക്കുന്നത്. കണ്ടോ, തിരുവനന്തപുരത്ത് നിന്ന് കാലിക്കട്ടുള്ള ദൂരം വന്നിരിക്കുന്നത്, അല്ലാതെ ഡൽഹിയിലോട്ടുള്ള ദൂരമല്ല. അതാ പറഞ്ഞത്. പറഞ്ഞാൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ എന്നാ എടുക്കണം? മെഷർ പോയിന്റ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യാനായിട്ട് എന്നാ എടുക്കണം? ജസ്റ്റ് ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അവിടുന്ന് റിമൂവ് മെഷർ പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഓപ്ഷൻ അടിക്കാണ്ട് ഇപ്പോൾ എല്ലാം പോയി. ഇപ്പോൾ റിമൂവ് മെഷർ പോയിന്റ് അടിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ? അടുത്ത മെഷർ എടുക്കാനായിട്ട് പോകാവുള്ളൂ. അല്ലെങ്കിൽ മൊത്തം ഒരുമാതിരി അങ്ങോട്ട് കൊണ്ട് പിള്ളേർ കുത്തി വരച്ച പോലെ അങ്ങോട്ട് കൊണ്ട് എല്ലാം വര കിടക്കും. ഏതാ മെഷറെന്ന് ആർക്കും കണ്ടാൽ മനസ്സിലാകത്തില്ല. അതിനാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? എന്നിട്ട് പറയണോ? ഇതിൻ്റെ അത് കണ്ണൂരില്ലെന്ന് തോന്നുന്നു കേട്ടോ. കണ്ണൂരില്ലേ വരേണ്ടതല്ലേ?
കണ്ണൂരില്ല. കണ്ണൂരുണ്ടല്ലോ എടുക്കുന്നു. കണ്ണൂരാണോ? അല്ല, കണ്ണൂരില്ലല്ലോ. കണ്ണൂരില്ലാത്തതുകൊണ്ടാണ് വരുന്നത്. കണ്ണൂരുള്ള ഏതെങ്കിലും സ്ഥലം എടുത്താൽ മതി, അത് കുഴപ്പമില്ല. ആ, അപ്പോൾ അത് ക്ലിയർ ആയില്ല. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം. അടുത്ത ക്വസ്റ്റിനോട്ട് പോയിക്കോട്ടെ. ഇതെല്ലാം നമ്മൾ സേവ് ആക്കണം കേട്ടോ. ഈ കണ്ടുപിടിച്ചാൽ മാത്രം പോയല്ലോ, സേവ് ചെയ്താലേ നമുക്ക് മാർക്കുള്ളൂ. എല്ലാം പോട്ടെ. പോത്തില്ലേ? ഇത് സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വന്നതാണ് നമ്മൾ ചെയ്ത വഴിക്ക്. അതാ കിടക്കുന്നത് ഉണ്ടോ? ഞാൻ ഓർക്ക് മാർബിൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി കിടക്കുന്നുണ്ടോ? സ്ക്രീൻഷോട്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആയി കിടക്കുന്നത്. അതാ പറ്റിപ്പോയത്. നമ്മളവിടെ കിടന്ന് എന്നാ മാറ്റിയാലും മാറുമോ? ഇല്ല, എപ്പം മാറും അത്? ചേഞ്ച് ബാക്ക്ഗ്രൗണ്ട്. വാ, ഉണ്ടോ? അത് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടേ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പോയത്. അതായത് മാർബിൾ തന്നെ വന്നത്. ഞാൻ ആ മാർബിൾ അവിടെ ക്ലോസ് ചെയ്യാൻ നോക്കുക, അത് ക്ലോസ് ആകുന്നില്ല. പിന്നല്ലേ മനസ്സിലായത് സ്ക്രീൻഷോട്ടാണ് എന്തായിട്ട് മാറിയത്, ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് മാറി. ഏതോ ചെയ്യാൻ വന്ന് പോയതാണ്, കുഴപ്പമില്ല, അത് മാറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ചെയ്തല്ലേ ഇപ്പം? ഇത് ചെയ്താ പോട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ഡൗൺലോഡ്സ്. നെക്സ്റ്റ് വൺ ഇത് തന്നെയാണോ? നോക്കാം. മാർബിൾ സോഫ്റ്റ്വെയർ തുറഞ്ഞ സെർച്ച് ഓപ്ഷനിൽ നിന്നും താഴെ പറയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തുക. ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ, ദുബായ്, മെൽബോൺ, ഇതെല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അവ ഏത് രാജ്യം, ഏത് വൻകര എന്ന് നിരീക്ഷിച്ച് ഹോം ഫോൾഡറിലെ DL ഡോക്യുമെന്റ്സ് കിട്ടുള്ള മാർബിൾ 7.odt എന്ന ഫയൽ തുറന്ന് പട്ടിക പൂർത്തിയാക്കി ഹോം ഫോൾഡറിലെ DL പ്ലോട്ട്സിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ചോദ്യ നമ്പർ സമമായി നൽകി സേവ് ചെയ്യുക. ഇത് സ്ക്രീൻഷോട്ട് എടുക്കണോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, സ്ക്രീൻഷോട്ട് എടുക്കണ്ട. ജസ്റ്റ് ഈ രാജ്യങ്ങളും ഈ നഗരങ്ങളും അതിലെ രാജ്യം ഏതാണെന്നും വൻകര ഏതാണെന്നും കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കാനായിട്ട് എന്നാ ചെയ്യേണ്ടത്? സെർച്ച് ബട്ടണൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നു. ഓക്കെ, നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ മിനിമൈസ് ചെയ്തിടുക. നമുക്ക് മാർബിൾ എടുക്കുക. മാർബിൾ എടുക്കാനായിട്ട് എന്നാ എടുക്കണം? മാർബിൾ എടുക്കാനായിട്ട് ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, മാർബിൾ, ആപ്ലിക്കേഷൻ, എഡ്യൂക്കേഷൻ, മാർബിൾ എടുത്തു. അവിടുന്ന് മാർബിൾ ഓപ്പൺ ആവും. നമ്മളോട് ചോദിക്കുന്ന ഓരോരോ സ്ഥലങ്ങൾ നമ്മൾ സെർച്ച് ബട്ടണിൽ പോയി ടൈപ്പ് ചെയ്യണം. കണ്ടുപിടിക്കാൻ നിന്നാൽ കിട്ടത്തില്ല. അതാണ് ഒരു സെർച്ച് ബട്ടൺ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതാണ് സെർച്ച് ബട്ടൺ. കണ്ടോ, ഗ്ലോബൽ സെർച്ച് എന്നൊരു ഓപ്ഷൻ കണ്ടോ? അവിടെ പോയി ഓരോന്നോരോന്ന് ഇനി സെർച്ച് ചെയ്യാം. ഓക്കെ, ഏതൊക്കെ സെർച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ന്യൂയോർക്ക് ഉണ്ട്. ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് എവിടെയെങ്കിലും തന്നിട്ടുണ്ട്. മാർബിൾ 7.odt എന്നൊരു ഫോൾഡർ തന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കണം ഏതാണ്. നമ്മളങ്ങനെ വെറുതെ വിടത്തില്ല, അവർ എല്ലാം ചെയ്യണം. നമുക്കത് ഓപ്പൺ ആക്കി എടുക്കാം. മാർബിൾ 7.odt കിടക്കുന്നു. ഇതല്ലേ? ഇത് തന്നെ. അതിൻ്റെ അകത്തുണ്ട് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ നമ്മൾ എഡിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അത് ഏത് കൺട്രി, ഏത് കോണ്ടിനെൻറ്റും നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കണം. നമ്മൾ ന്യൂയോർക്ക് ആദ്യം ടൈപ്പ് ചെയ്യാം. നമുക്ക് ഒന്നേം തുടങ്ങാം. ഓക്കെ, നമ്മൾ മാർബിൾ ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. മാർബിൾ ഓപ്പൺ ആക്കി ഇവിടെ നമ്മൾ അടിക്കുക. ന്യൂ സെർച്ച്, ഗ്ലോബൽ സെർച്ച് പോയി ന്യൂയോർക്ക് എന്ന് അടിക്കാണ്ട് അവിടെ ന്യൂയോർക്ക് എന്ന് പറഞ്ഞ് വന്നു. കണ്ടോ, ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞു വന്നു. ന്യൂയോർക്ക് സിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി. അത് ന്യൂയോർക്കിലോട്ട് പൊക്കോളും. കണ്ടോ, ന്യൂയോർക്ക് ആയതുണ്ടോ? ന്യൂയോർക്കിലോട്ട് പോയതുണ്ടോ? ഈ ന്യൂയോർക്ക് ഇതിൻ്റെ വൻകര ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഏതാ വൻകര? നോർത്ത് അമേരിക്ക. ഇതിൻ്റെ രാജ്യം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് എന്ത് ചെയ്യും? ഇതാണ് ന്യൂയോർക്ക്. രാജ്യം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഈ കർസർ ഇവിടെ വരുമ്പോൾ ഒരു കൈയുടെ ചിഹ്നമായിട്ട് മാറും. ഈ കൈപ്പത്തി മാറിയിട്ട് ഒരു വിരൽ ചൂണ്ടുന്നതായിട്ട് മാറുമായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സിറ്റി, ലാറ്റിറ്റ്യൂഡ്, ലോറ്റിറ്റ്യൂഡ്, എലിവേഷൻ കണ്ടോ, ഇവിടെ താഴോട്ട് വരുമ്പോൾ കണ്ടോ, കൺട്രി, US കണ്ടോ കിടക്കുന്നത്. അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മൾ രണ്ടെണ്ണം കണ്ടുപിടിക്കുക. ഏതൊക്കെയാണ്? ന്യൂയോർക്കിൻ്റെ കൺട്രി US-ഉം മറ്റേ ഏതാ നോർത്ത് അമേരിക്കയും. ഓക്കെ, നമ്മളവിടെ കൊണ്ട് ടൈപ്പ് ചെയ്യുക. കൺട്രി ഏതായിരുന്നു? US-ഉം കോണ്ടിനെൻ്റ് ഏതാ? നോർത്ത് അമേരിക്ക. ഇങ്ങനെ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക. അടുത്തത് സിൻഡി കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ പോവുക. ഇവിടെ നമ്മളിത് കളയുക. ഇവിടെ നേരെ SINDY കണ്ടുപിടിച്ചു. ഇത് സെലക്ട് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇവിടെ ഇവിടെ കിടപ്പുണ്ടോ? സിൻഡി ഇവിടെ പിടിച്ചു. അവിടെ നിന്ന് സെൻറ്റർ അടിച്ചാൽ മതി. കണ്ടോ, സിൻഡിയിലോട്ട് പോയി.
നമ്മൾ സിൻട്രി. അവിടുത്തെ വൻകര ഇപ്പോൾ ഏതാ? വൻകര എന്ത് ചെയ്യും? ഓസ്ട്രേലിയയിലാണുള്ളത്. ഈ റെഡ് നിറത്തിൽ കാണുന്നല്ല വൻകര, കണ്ടോ? കണ്ടോ? അന്റാർട്ടിക്ക, സൗത്ത് അമേരിക്ക. ഈ റെഡ് നിറത്തിൽ എടുത്ത് കാണുന്നതല്ല വൻകര. ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, നോർത്ത് അമേരിക്ക, കണ്ടു കാണുന്നുണ്ട്. സൗത്ത് അമേരിക്ക, ഇതെല്ലാം നമ്മൾ വൻകര. നമ്മൾ വൻകര എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് സിൻഡി ഒന്നുകൂടി എടുക്കാം. നമ്മുടെ സിൻഡി, ഇതാണ് സിൻഡിയുടെ വൻകരയാണ് ഓസ്ട്രേലിയ. അതിൻ്റെ രാജ്യം ഏതാണെന്ന് കണ്ടുപിടിക്കണം. രാജ്യം കണ്ടുപിടിക്കാൻ എന്നാ പറഞ്ഞത്? സിൻഡിയിൽ പോകുക, അവിടുന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു പുതിയ ഇത് ഓപ്പണായി കിട്ടും. ആ ഓപ്പൺ താഴോട്ട് വലിച്ചു നോക്കിയാൽ മതി, കണ്ടോ? AU ഓസ്ട്രേലിയ, അതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്യുക. ഇവിടെ ടേബിളിൽ പോവുക, ഇവിടെ അടിക്കുക AU. ഇവിടെ ഏതായിരുന്നു? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന് അടിക്കുക. അടിക്കുക. അടുത്ത ലണ്ടൻ കണ്ടുപിടിക്കണം. ലണ്ടൻ ഇവിടെ അടിക്കുക. സെർച്ചിൽ പോവുക, ലണ്ടൻ അടിക്കുക. വീണ്ടും ലണ്ടൻ, കണ്ടോ? ലണ്ടൻ വന്നു. ലണ്ടൻ അടിച്ചു. അവിടുന്ന് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കണം, അല്ലെങ്കിൽ മാറത്തില്ല കേട്ടോ. സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചു. അതുകൊണ്ട് ഇപ്പോഴേ ലണ്ടൻ സെലക്ട് ആകത്തുള്ളൂ, കണ്ടോ? ഇപ്പോൾ ഇവിടെ റെഡ് നിറത്തിൽ കാണുന്നതാ യൂറോപ്പ്. ഇതാണ് നമ്മുടെ വൻകര. ഇനി ഇത് കിട്ടണമെങ്കിലോ, രാജ്യം കിട്ടണമെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നേരെ GB, കണ്ടോ? കിടപ്പുണ്ട്. അപ്പോൾ യൂറോപ്പും GB. ഓക്കെ, നമുക്കിവിടെ പോയി ടൈപ്പ് ചെയ്യാം. ലണ്ടൻ കൺട്രി, GB, യൂറോപ്പ്, EUROPE. ഓക്കെ, ഇങ്ങനെ ഓരോന്നേരം കണ്ടുപിടിക്കുക, കണ്ടോ? ഇനി ടോക്കിയോയും ദുബായും കണ്ടുപിടിക്കാനുണ്ട്. ടോക്കിയോ കണ്ടുപിടിക്കാൻ എടുക്കണം. സെർച്ച് ബട്ടണിൽ പോയി ടോക്കിയോ അടിക്കുക. ടോക്കിയോ, കണ്ടോ? ടോക്കിയോ വന്നു. സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കണം, എന്നാൽ മാത്രമേ വരത്തുള്ളൂ ടോക്കിയോ. ഇതിപ്പോൾ ഇത് ഓപ്പണായി കിടക്കുന്നുണ്ടോ? വരാത്ത ടോക്കിയോ, കണ്ടോ? ടോക്കിയോ വന്നു. ഈ കിടക്കുന്ന ടോക്കിയോ, കണ്ടോ? ടോക്കിയോ. അല്ല, നമ്മൾ ഈ ഗ്ലോബ് മൊത്തം പോയി തപ്പി ടോക്കിയോ കണ്ടുപിടിക്കാൻ പാടാണ്. നമ്മൾ സെർച്ച് ബട്ടൺ വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നേക്ക് ടോക്കിയോ, കണ്ടോ? ഇതാണ് ടോക്കിയോ. ഈ ടോക്കിയോ നമ്മൾ എന്നെ എടുക്കണം. ഇതിൻ്റെ വൻകര ഏതാ? ജസ്റ്റ് സൂം ഔട്ട് ചെയ്ത് നോക്കിയാൽ മതി, വൻകര കാണാൻ പറ്റും. ഏഷ്യയിൽ തന്നെയാണ്. ടോക്കിയോയെ കണ്ടു. ഇതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്നെ വരും? ടോക്കിയോ എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ രാജ്യം കിട്ടും. JP, കണ്ടോ? ഇപ്പോൾ ഏഷ്യ JP ഇങ്ങനെ അടിച്ചു വെച്ചാൽ മതി. എന്ത് AP ഏഷ്യ. അതും കഴിഞ്ഞു. ഇനി ദുബായ് കണ്ടുപിടിക്കാനുണ്ട്. ദുബായ് അടിക്കണം. ഇവിടെ പോകണം. സെർച്ച് ബട്ടണിൽ പോയി ദുബായ് അടിക്കണം. ദുബായ് സെലക്ട് ചെയ്യണം. ദുബായ്, ദുബായ് അടിച്ചു. അതിനെ സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കണം. സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ചില്ല വരത്തില്ല കേട്ടോ. സെലക്ട് ചെയ്തിട്ട് എൻ്റർ അടിക്കണം. കണ്ടോ? ദുബായ് കിടക്കുന്നത്. ദുബായ് ഇനി ഏത് രാജ്യമാണ്? ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. AE രാജ്യം, AE. മറ്റേ എന്ത് വൻകര ഏതാ? വൻകര ഇതിനടുത്തുള്ള വൻകര ഏതാ ഉള്ളത്? ഏഷ്യയിൽ തന്നെ കിടക്കുന്നത്. പഠിക്കതേ മാർബിള്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി സേവ് ചെയ്താൽ മാത്രം മതി. ഫയൽ എടുക്കുക, സേവ് ചെയ്യുക. എങ്ങോട്ടാണ് സേവ് ചെയ്യേണ്ടത്? സോറി, ഫയൽ എടുക്കുക, സേവ് എസ് ചെയ്യുക. സേവ് എസ് ചെയ്യുന്ന നമ്മുടെ ഡീലർ പ്രോഡക്ട്സ് എടുക്കുക. ഡീലർ പ്രോഡക്ട്സ് എന്ത് ചെയ്യും? യൂസർ ഡീലർ പ്രോഡക്ട്സ് എടുക്കുക. ഡീലർ പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. ഇവിടെ കൊണ്ട് രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഇവിടെ മാർബിൾ 7 അല്ല, രജിസ്റ്റർ നമ്പർ കൊടുക്കണം. രജിസ്റ്റർ നമ്പർ കൊടുത്തു, ക്വസ്റ്റ് നമ്പർ കൊടുത്തു, സേവ് ചെയ്തു. ഓക്കെ, അത് സേവായി. ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. മനസ്സിലായോ? മാർബിൾ പഠിച്ചോ? മാർബിൾ നമുക്ക് ഗ്ലോബിൻ്റെ ഒരു വിർച്വൽ ഇമേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. നമുക്കിപ്പോൾ ഈ സോയിൽ സയൻസ് ഒക്കെ പഠിപ്പിക്കാൻ നേരമേ ഈ മാർബിളിനെ കൊണ്ട് ഭയങ്കര ഉപകാരമാണ്. ഒരുപാട് ഉപകാരം ചെയ്യുന്ന സാധനമാണ് മാർബിൾ. ഇതാണ് നമുക്ക് മാർബിളിനകത്ത് ചെയ്യാനുള്ളത്. അതിൽ സംശയമുണ്ടോ? മാർബിളിനകത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്തു. 2 ക്വസ്റ്റ്യനും ഇച്ചിരി സമയം എടുക്കുന്നതായിരുന്നു. നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് ചെയ്യണമായിരുന്നു. ഇത് സേവ് ചെയ്യാനാണ് പ്രശ്നം. ഓക്കെ, ഇതാണ് നമ്മുടെ മാർബിൾ. ഇത് സംശയമുണ്ടോ ആർക്കെങ്കിലും? സംശയമുണ്ടോ? ക്ലിയർ ആണോ? ജസ്റ്റ് ആ ഫോൾഡർ പറഞ്ഞ എല്ലാം കൊണ്ട് സേവ് ചെയ്യണം. അത് നമ്മൾ അറിയണം. ഏത് ഫോൾഡർ പോയി ഓപ്പൺ ആക്കി അവിടെ പോയി ടൈപ്പ് ചെയ്താണ് സേവ് ആക്കേണ്ടത്. മറ്റേനാണ് സ്ക്രീൻഷോട്ട് എടുക്കണം. ഇതിന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതിയായിരുന്നു. അതിൻ്റെ വൻകരയും രാജ്യവും ഇത്രേ ഉള്ളായിരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ട് ഇതിൻ്റെ അകത്ത്? ഹലോ, എന്താ നിങ്ങൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചെല്ലാവരും. ഇത് മാർബിൾ ഒരു പേടി പേടിക്കണ്ട. അതില് ക്വസ്റ്റ്യനിൽ നന്നായി വായിച്ചു നോക്കിയിട്ട് അതുപോലെ അങ്ങോട്ട് ചെയ്യുക. പിന്നെ സ്ക്രീൻഷോട്ട് എടുത്തേക്കേണ്ട ആവശ്യമുള്ളൂ. അത് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കേ.
ജോ കഴിഞ്ഞതാണോ? കഴിഞ്ഞു, രണ്ടും കഴിഞ്ഞു. എന്നാ പിന്നെ നിർത്തിക്കോ. ശരി. അപ്പം എല്ലാരും പോകും. കഴിഞ്ഞു. ആ